ഹായ് ഓൾ. എൻ്റെ പേര് അബ്ദുൾ റഷീദാണ്. ഞാനൊരു 6-7 വർഷത്തോളമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ബേസിക്കലി ഞാനൊരു പെർഫോമൻസ് മാർക്കറ്റാണ്. ഞാൻ ഇന്ന് ഒരു പോഡ്കാസ്റ്റിൻ്റെ ഒരു സീരീസ് ആണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഗസ്റ്റായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് മിസ്റ്റർ അബ്ദുൽ ലത്തീഫ് സാറാണ്. പുള്ളി എൻ്റെ ഗൈഡാണ്, പിന്നെ എൻ്റെ മെൻറ്ററാണ്, മറ്റേ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസിലൂടെ ഞങ്ങൾ വന്നിട്ടുള്ളത്. സാറെ നമുക്ക് വെൽക്കം ചെയ്യാം. അപ്പോൾ ബ്രീഫ്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ മിസ്റ്റർ റഷീദ്. ആക്ച്വലി നമ്മൾ 6 വർഷമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഫേസ്ബുക്കിന്റെ കാലം മുതൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ മെറ്റ പഴയ പേര് ഫേസ്ബുക്കാണ്. അപ്പോ അന്ന് ഫേസ്ബുക്കിന് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഞാനൊരു ആക്സിഡന്റൽ ഡിജിറ്റൽ മാർക്കറ്റാണ്. ഞാൻ അങ്ങനെ മാർക്കറ്റിംഗ് ബേസിക്കലി പഠിച്ചിട്ട്. ഓക്കെ, അതൊരു നല്ല ചോദ്യമാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതിന്റെ ഒരു റിയലിസ്റ്റിക് പിക്ചർ പറയുകയാണെങ്കിൽ, ഫേസ്ബുക്ക് മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു 60-70% റവന്യൂ വരുന്നത് SMB കാറ്റഗറിയിൽ. അപ്പൊ ഈ SMB കാറ്റഗറിയിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ SMBകളെ എപ്പോഴും എന്താ പറഞ്ഞാൽ ഏറ്റവും നല്ല സർവീസ്, ഏറ്റവും നല്ല പ്രൊഡക്റ്റ്, ഏറ്റവും നല്ല യൂസ് കേസുകൾ, അവർക്ക് ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റുക എന്നുള്ളത് മെറ്റയുടെ ഏറ്റവും വലിയൊരു ഒബ്ജക്റ്റീവിൽ ഒന്നാണ്. അപ്പം ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് വരാൻ കാരണം, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2017 കേട്ടോ, ഓൾമോസ്റ്റ് ഒരു 50% ഇന്റർനെറ്റ് പെനിട്രേഷൻ ഉണ്ട്. അന്നിപ്പോൾ നമ്മളൊരു വൈൽഡ് ഗസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 1.5 കോടി MSMEകളും SMBകളും രജിസ്റ്റർ ചെയ്ത ഒരു രാജ്യമാണ് നമ്മുടെ. ആ രാജ്യത്ത് ഓൾമോസ്റ്റ് 70% ആൾക്കാർക്കും ഒരു ഫേസ്ബുക്ക് പേജ് ഇല്ല. മനസ്സിലായ? ഫേസ്ബുക്ക് പേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സിന് ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ പ്ലാറ്റ്ഫോമിനെ കൃത്യമായ രൂപത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് പരിചയപ്പെടുത്തലായിരുന്നു ഞങ്ങളുടെ ജോലി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ഓൺ ബോർഡിംഗ് പാർട്ട്ണർ ആയിരുന്നു. പ്ലാറ്റ്ഫോം ഉണ്ട്, കറക്റ്റ്. അപ്പൊ മിക്കവാറും ആൾക്കാർ, ഇപ്പൊ നമുക്കറിയാലോ, ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ഉണ്ട്, പേജ് ഉണ്ട്. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിടും. ആ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് അപ്പൊ ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞ പോയിന്റ് എന്താ വെച്ചാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രൊഫൈൽ, ഞങ്ങൾ ഫേസ്ബുക്കിലുണ്ട്. ഓക്കെ, ഞങ്ങള് ഫേസ്ബുക്കിലുണ്ട്. അന്ന് ഇൻസ്റ്റാഗ്രാം ഒന്നും അത്ര കണ്ട് പരിചിതമല്ല. ഇൻസ്റ്റാഗ്രാം ഒക്കെ അതിന്റെ മുന്നേ ഇൻസ്റ്റാഗ്രാമിന് ചലഞ്ചായി വന്നൊരു കമ്പനിയായിരുന്നു ടിക്ടോക്ക് ആയിരുന്നു അന്ന്. സത്യത്തിൽ പറഞ്ഞാൽ കുറച്ചും കൂടിയും യൂത്തിന്റെ ഇടയിൽ ഇന്റർനെറ്റ് പെനിട്രേഷൻ കൂടുന്നതിനനുസരിച്ച് യൂത്തിൽ, ഇപ്പോൾ റിലയൻസിന്റെ നമ്മുടെ റെവല്യൂഷൻ വന്നതിന് ശേഷം, അവരുടെ മൊബൈൽ ഫോണും അവരുടെ ടെക്നോളജിയും വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞ ഡേറ്റ വിപ്ലവം ഇന്ത്യയിൽ ഉണ്ടായത്. അതിന്റെ ശേഷമാണ് യൂത്ത് ഒക്കെ കൂടുതലായിട്ട് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകളിലേക്ക് വരുന്നത്. അപ്പോ അന്ന് ഇൻസ്റ്റാഗ്രാമിന് അത്ര കണ്ടിട്ടൊരു പ്രാവീണ്യമില്ല. ഇൻസ്റ്റാഗ്രാം ഇപ്പോഴാണ് കുറച്ചും കൂടി കാര്യമായിട്ട് അതിന്റെ ഇമ്പോർട്ടൻസിലേക്ക് എത്തുന്നത്. അപ്പോ ഈ പറയുന്ന ഒരു കാറ്റഗറി നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 25 to 55 എന്ന് പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പ്, ആ ഏജ് ഗ്രൂപ്പിന് ശരിക്കും പറഞ്ഞാൽ മെറ്റ അല്ല, ഫേസ്ബുക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, അതിന്റെ യൂസ് കേസ് ശരിക്കും ബിസിനസ്സുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അതുവഴി ഫേസ്ബുക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വഴി അവരുടെ ഔട്ട്റീച്ചിനെ എങ്ങനെ സഹായിക്കുക, ഇതായിരുന്നു ആ പ്രോജക്റ്റിന്റെ ഒരു ആകത്തുക. ഈ പ്രോജക്റ്റ് നടത്തിയിരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരുന്നു. സ്പെസിഫിക്കലി ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, EDII എന്ന് പറഞ്ഞൊരു സ്ഥാപനം അഹമ്മദാബാദിൽ. അവരായിരുന്നു ഈ പ്രോജക്റ്റ് എന്ത് ചെയ്തിരുന്നത്, ഫെസിലിറ്റേറ്റർ. അപ്പൊ നമ്മളൊക്കെ അതിന്റെ ഒരു പ്രോജക്റ്റ് മാനേജർ ആയിരുന്നു. ലക്കിലി ഞങ്ങളുടെ ടീം ഓൾമോസ്റ്റ് ഒരു 25,000 ബിസിനസ്സുകാരെ ഇതിലേക്ക് ഓൺബോർഡ് ചെയ്തു. അതിൽ ഫേസ്ബുക്കിന്റെ അന്നത്തെ CTO ഷെറിൽ സാൻബർഗ് മാഡം, അവർ ഞങ്ങൾക്ക് അന്ന് അപ്രിസിയേഷനൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ അതിന്റെ സെക്കൻഡ് ഫേസ് ആയ ഗ്രോ യുവർ ബിസിനസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിലേക്ക് എന്നെയും എൻ്റെ ഒരു സുഹൃത്ത് ഷിബിൻ മുഹമ്മദ്, അദ്ദേഹത്തിനും സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഞങ്ങളെയാണ് ഓൺബോർഡ് ചെയ്തത്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഞങ്ങളെ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നുള്ള ഫെസിലിറ്റേറ്റേഴ്സ് ഒക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്നായിരുന്നു. അതിലൊരു പാർട്ട്ണറായിരുന്നു ജോഷ് ടോക്സ്. ഓക്കെ, ജോഷ് ടോക്സ് ഇന്നും ഫേസ്ബുക്കിന്റെ മെറ്റയുടെ ഫെസിലിറ്റേറ്റിംഗ് പാർട്ണറിൽ ഒന്നരാണ്. ഇന്ന് EDI ഇല്ല. ഓക്കെ, EDIക്ക് ആ പ്രോജക്റ്റ് കഴിഞ്ഞു. പിന്നെ ഇന്ന് വേറെ ഫെസിലിറ്റേറ്റിംഗ് പാർട്ട്നേഴ്സ് ഉണ്ട്. അതിൽ ഞാൻ എടുത്തു പറയുന്ന ഒരു പാർട്ട്ണർ ജോഷ് ടോക്സ് ആണ്. പിന്നെ വാട്സപ്പിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഫെസിലിറ്റേറ്റിംഗ് പാർട്ട്നേഴ്സ് ഇന്ത്യയിലുണ്ട്. അത് അങ്ങനെ ആ പ്രോജക്റ്റ് ഞങ്ങൾ 2020 വരെ, കൊറോണ വരെ, 2019 ലാസ്റ്റ് 2020 വരെ ചെയ്തിരുന്നു. അപ്പോൾ ഓൺലൈനാണ് ഇത് കൂടുതലും പിന്നെ ഫെസിലിറ്റേറ്റ് ചെയ്തിരുന്നത്. ഏകദേശം 13 രാജ്യങ്ങളിൽ
ഞങ്ങൾ ആ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ഞങ്ങൾക്ക് വന്ന ട്രെയിനിങ്ങിൽ അന്ന് ഇന്ത്യയും ബംഗ്ലാദേശും ജോയിന്റ് ആയിട്ടായിരുന്നു ഞങ്ങൾക്ക് ഡൽഹിയിൽ വെച്ചിട്ട് പോളിസി ടീമിന്റെ അണ്ടറിലായിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത്. ഇതൊക്കെയാണ് ഇപ്പൊ അതിന്റെ ഒരു ചെറിയ മെയിൻ ആയിട്ടുള്ള ബിസിനസ് ഏത് കാറ്റഗറിയിൽ പെട്ട ആൾക്കാരായിരുന്നു? ഓക്കെ, അതൊരു പറയുകയാണെങ്കിൽ നമ്മള് എ കമ്പനി വിച്ച് ഇസ് ഹാവിംഗ് എൻ അസറ്റ് മോർ ദാൻ 100 crores or a company which is having an asset between 50 to 100 crores, ഞങ്ങൾ അവരെ പോയിട്ടില്ല, ഞങ്ങൾ ആ കമ്പനികളുടെ ലിസ്റ്റിലേക്ക് പോയിട്ടില്ല. വി വർ ലുക്കിംഗ് കമ്പനീസ് ഹു ആർ ഇൻസെപ്റ്റഡ്, ചെറിയ കമ്പനി, എ വൺ മാൻ ഷോ, അല്ലെങ്കിൽ വേറെ ചില നോട്ടബിൾ കേസുകൾ പറയാം. ഇപ്പോ കർണാടകയിലുള്ള ഒരു പ്രത്യേക തരം പാവകള്, ഓക്കെ, ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം ഓഫ് ദാറ്റ് ഏരിയ. ആ പാവകളെ വളരെ കൃത്യമായ രൂപത്തിൽ ഫേസ്ബുക്ക് വഴി ഞങ്ങൾക്ക് ലോകം മൊത്തം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലക്നൌവിലുള്ള ഒരു സിൽക്കിന്റെ ഒരു ഷോപ്പ്, അതായത് അവരുടെ ഒരു കസ്റ്റമൈസ്ഡ് ദുപ്പട്ടകള്, കുർത്തകള്, പിന്നെ സൽവാർ കമ്മീസ് സെറ്റുകള്, ഇതൊക്കെയായിരുന്നു ഞങ്ങളന്ന് ചെയ്തതിൽ ഏറ്റവും നോട്ടബിൾ ആയിട്ട് ഞങ്ങൾക്കൊരു ഇൻക്രീസ് കൊണ്ടുവരാം. അപ്പൊ നിങ്ങളെ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് ഞാൻ വരാം. ചോദ്യത്തിനുള്ള ഉത്തരം ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബിസിനസ് വിച്ച് ഇസ് ഹാവിങ് എ റവന്യൂ ബേസ്, അല്ലെങ്കിൽ ഓക്കെ ഒരു വരുമാന മാർഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 0 മുതൽ ഒരു 25 കോടി എന്ന കാറ്റഗറിയിൽ പെട്ടതാണ്. പക്ഷേ അവിടെ വലിയ കമ്പനികളും വന്നിരുന്നു കേട്ടോ, ഈ പ്രോഗ്രാമിലേക്ക് വലിയ കമ്പനികളും വന്നിരുന്നു. പക്ഷേ വലിയ കമ്പനികളെ സത്യത്തിൽ ഞങ്ങളെ റഡാറിൽ അന്ന് ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഫേസ്ബുക്ക് അന്ന് ഞങ്ങൾക്ക് തന്നിരുന്ന ഒരു ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ മാക്സിമം എഡ്യൂക്കേറ്റ് ദ കമ്മ്യൂണിറ്റി എന്നുള്ളതായിരുന്നു. ഓക്കെ, ആ കമ്മ്യൂണിറ്റിനെ എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ സോഷ്യൽ സെല്ലിംഗ് എന്ന് പറഞ്ഞ മെക്കാനിസത്തിനെ എങ്ങനെ കൊണ്ടുവരാ എന്നുള്ളതാണ്. മെയിനായിട്ട് സോളോ ഓൺട്രപ്രണേഴ്സ്. കറക്റ്റ് ഏകദേശം പറയുകയാണെങ്കിൽ സോളോപ്രണേഴ്സ് തന്നെയാണ്. സോളോപ്രണേഴ്സിന്റെ കൂടെ തന്നെ നമ്മളിപ്പോ ഉണ്ടല്ലോ ഒരു ചെറിയ കമ്പനി, ഒരു 5 സ്റ്റാഫ് 10 സ്റ്റാഫ് അങ്ങനത്തെ കമ്പനികൾ, അതും അതിലുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു കാലം ടിക്ടോക്കല്ല ശരിക്കും ടിക്ടോക്കിന്റെ സഹസ്ഥാപനമായ ഹലോ എന്ന് പറയുന്ന ആപ്പിലും ഒരു ചെറിയ കാലം, അത് വളരെ ചെറിയ കാലട്ടോ, ഒരു റഫ്ലി ഒരു 30 to 45 days അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം ഗൽവാലിൽ അന്നുണ്ടായ ഇഷ്യൂ കാരണം പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആ ഒരു പ്ലാറ്റ്ഫോമിന് തന്നെ ബാൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അതും ഈ പറഞ്ഞ കാറ്റഗറിയിൽ തന്നെ ആയിരുന്നു, ഈ സ്മോൾ ആൻഡ് മീഡിയം കാറ്റഗറി. ഹലോന്റെ ശരിക്കും പറഞ്ഞ പോളിസി ടീമിൽ ഗവൺമെന്റ് റിലേഷൻസ് ആയിരുന്നു ഞങ്ങൾ നോക്കിയിരുന്നത് വളരെ ചെറിയ കാലം. നിങ്ങൾ എന്താ ചെയ്തെന്നുള്ളത് പറഞ്ഞു. നമ്മൾ ഒരു അടുത്തൊരു സെഷനിലോട്ട് പോകാം. നമ്മൾ ചർച്ച നടത്തുക. കാരണം നമ്മളിപ്പോ ഈ പോഡ്കാസ്റ്റ് കൊണ്ട് ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് തന്നെ രണ്ടാൾക്കും അറിയാല്ലേ, ഏകദേശം ഒരു 2000-3000 പുറത്ത് ഓൺട്രപ്രണേഴ്സിന് നമുക്ക് NIT നമ്മൾ EDIയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ EDIയുടെ തന്നെ പലതരം പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു, കിറ്റ്കോന്റെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു, KSIDCയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മളെല്ലാ കാറ്റഗറിയിൽപ്പെട്ട ബിസിനസ്സുകാരും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. സ്റ്റാർട്ടപ്പ് മുതൽ സോളോപ്രണർ മുതൽ പിന്നെ എന്താ പറഞ്ഞ ചെറിയ മാൻഫോഴ്സ് ഉള്ള കമ്പനി, എല്ലാ നീഷിൽ പെട്ടതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കാറ്റഗറിയിൽപ്പെട്ട കമ്പനികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാല് ഡിജിറ്റൽ ലിറ്ററസി വളരെ കുറവാണല്ലേ അല്ലേ. ഡിജിറ്റൽ ലിറ്ററസി വളരെ കുറവാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് ഒരു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നിങ്ങൾ കണ്ട ചില ഇൻസൈറ്റുകൾ, നിങ്ങൾക്ക് തോന്നിയ ചില എക്സ്പീരിയൻസുകൾ, ചില ചലഞ്ചുകൾ, അതൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ? നമ്മളന്ന് ഇപ്പോൾ അറ്റൻഡ് ചെയ്ത ഒരുവിധം എല്ലാ പ്രോഗ്രാംസിലും മെയിൻലി നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് ഫേസ്ബുക്കിന് പറഞ്ഞ അതേ സെയിം കാറ്റഗറിയാണ്, സോളോ ഓൺട്രപ്രണേഴ്സ് ആയിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നു. അതന്നെ അവർ ലോക്കൽ മാർക്കറ്റിൽ അതായത് കോളായിട്ടും വാട്സപ്പായിട്ടും എന്ത് ചെയ്യുന്നു സെയിൽ നടത്തിയുന്ന ടീമാണ്. അപ്പൊ അവരിൽ ഈ ഫേസ്ബുക്കിന്റെ പക്ഷെ നമ്മൾ രണ്ടുപേരോടെ മനസ്സിലാക്കിയൊരു വലിയൊരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയൊരു വലിയ ഫാക്ട് എന്താണെന്നറിയോ? സത്യത്തിൽ പറഞ്ഞാല് ഈ കമ്പനികൾക്കൊന്നും ഒരു കൃത്യമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇല്ല. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കമ്പനി ട്രഡീഷണൽ റൂട്ടിലിരുന്ന് ഇവരൊക്കെ സെയിൽ നടത്തിയിരുന്നല്ലേ. അപ്പൊ നമ്മളോട് വന്നിട്ട് ചോദിക്കുക എന്താ വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ ഈസി ആയിട്ടുള്ള പണിയാണല്ലോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നുമില്ലല്ലോ, അത് ഇപ്പൊ ഒരു 5000 രൂപ കൊടുത്താൽ ചെയ്യാൻ പറ്റുന്ന പണിയല്ലേ, ഞങ്ങൾ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ.
ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബൂസ്റ്റും പ്രൊമോഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയാൻ പറ്റും? ഇപ്പൊ ഒരു ബൂസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു പ്രൊഡക്റ്റിനെ കുറച്ച് ആൾക്കാർക്ക് എത്തിക്കുന്നു. പക്ഷെ ഈ ബൂസ്റ്റിന്റെ ഒരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു വ്യക്തത ഉണ്ടാവില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരു ക്യാമ്പയിൻ ഓറിയന്റഡ് ആവില്ല, അല്ലെങ്കിൽ ഒരു ഫണൽ സ്ട്രക്ചർ ആവില്ല. ഓക്കെ. ഇപ്പൊ അപ്പൊ നമുക്കൊരു ഒബ്ജക്റ്റീവ് കറക്റ്റ് ആയിട്ട് അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അത് മാക്സിമം ആൾക്കാർക്ക് എത്തിക്കാം. പക്ഷെ അത് ആർക്ക് എത്തുന്നു, എങ്ങനെ അവരെ അടുത്തൊരു സ്റ്റേജ്, ഒരു സ്റ്റേജ് കഴിഞ്ഞ് അവർ അടുത്ത സ്റ്റേജിലോട്ട് ലിമിറ്റഡ് ഇൻവെന്ററി ആണ് ആൽഗോരിതത്തിന് ഉണ്ടാവുള്ളൂ. മറ്റോടത്താകുമ്പോൾ എക്സ്പാൻഡഡ് ഇൻവെന്ററി. മറ്റോടത്താണെങ്കിലും ഇപ്പൊ ഈ സെയിം ബൂസ്റ്റിന്റെ ഒക്കെ റീച്ച് അവയർനെസ്സും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ക്യാമ്പയിൻസ് സെയിം തന്നെയാണ്. പക്ഷെ അവിടെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മാർക്കറ്ററെ സംബന്ധിച്ചിടത്തോളം ഡാറ്റയാണ് വലുത്. അപ്പൊ അവരുടെ ഡാറ്റ ഫിൽട്ടർ ചെയ്ത് അത് വളരെ വലിയൊരു പോയിന്റ് ആണ് കേട്ടോ. കാരണം നമ്മള് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം, ശരിക്കും ഡിജിറ്റൽ എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങിയിട്ട് 1950 കാലഘട്ടത്തിൽ തന്നെ ഡിജിറ്റൽ വന്നിട്ടുണ്ട്. കാരണം എന്താ, TV ഉണ്ട്, റേഡിയോ ഉണ്ട്, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും നമ്മളിപ്പോ ഈ കാണുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇത് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല, ഇത് ശരിക്കും ഡാറ്റ ഡ്രിവൺ മാർക്കറ്റിംഗ് ആണ്. അപ്പൊ ഈ ഡാറ്റ ഡ്രിവൺ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. അതായത് നമുക്ക് ഡാറ്റ കിട്ടുന്നുണ്ട്. ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില പോയിന്റുകളാണല്ലേ, ആ പോയിന്റ് വെച്ചിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോളിസിനെ, നമ്മളെ പ്രോജക്റ്റിനെ, നമ്മളെ ടാക്ടിക്സിനെ ശരിക്കും പറഞ്ഞാൽ റിഫൈൻ ചെയ്യാൻ കഴിയും അല്ലേ? ആ റിഫൈൻമെന്റ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ പോസ്റ്റിലൂടെ ചെയ്യുമ്പോൾ അവിടെ കസ്റ്റമറിന് കുറച്ച് ആൾക്കാർക്ക് ആ പോസ്റ്റ് എത്തിക്കാന്നല്ലാതെ അതിനൊരു നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന ഒരു ചോദ്യം അതല്ലേ അല്ലേ? നമ്മൾ ഫേസ്ബുക്കിന്റെ പ്രോജക്റ്റിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്റെ കൂടെ 1-2 ഫേസ്ബുക്കിന്റെ വന്നിട്ടുണ്ട് അല്ലെ? അവിടെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്ന ഒരു ചോദ്യം, ഞാൻ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ഞാൻ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പിന്നെ വേറെന്താ ഞാൻ ചെയ്യേണ്ടത്? അതൊരു സെയിലാക്കി മാറണില്ല, കുറെ ആൾക്കാർക്ക് എത്തുന്നുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ ശരിക്കും മെറ്റ ആഡ്സിന്റെ ശരിക്കും ആ ഫോർമാറ്റ് പഠിപ്പിക്കുന്നത്. ഇനി മെറ്റ ആഡ്സിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സും ഉണ്ട്. അതായത് ഒരു കസ്റ്റമർ മെറ്റ ആഡ്സ് വഴി തന്നെ, നമ്മൾ ബൂസ്റ്റ് പോസ്റ്റ് എല്ലാം മെറ്റ ആഡ്സ് വഴി തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റീച്ച് ക്യാമ്പയിൻ ആണെങ്കിൽ ക്യാമ്പയിൻ, അല്ലെങ്കിൽ ലീഡ് ക്യാമ്പയിൻസ് ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതിനൊരു ഫണൽ സെറ്റ് ചെയ്തിട്ട് അടുത്തൊരു ലെവലിലോട്ട് ആ ഡാറ്റനെ വീണ്ടും റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതികളോ ബാക്കിയുള്ള ഫോർമാറ്റ് ഒന്നും അവർ ഫോളോ ചെയ്യണം. ഇപ്പോ ഒരു അങ്ങനത്തെ ഒരു പോയിന്റിൽ ഇപ്പൊ നമ്മൾ ചർച്ച നടത്തുകയാണെങ്കിൽ ഇനി അടുത്തൊരു പോയിന്റ് ഞാൻ ചോദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ SMBകളും MSMEകളും ഡേറ്റക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതാണ് അവിടെ SAT അവിടെ നടക്കുന്ന ഒരു സംഭവം. അതാണ് പ്രാധാന്യം കൊടുക്കുന്നില്ല. അത് ഇപ്പൊ ഞാനിത് പറയാൻ കാരണേ, കുറെ കമ്പനികൾ ഞാനിങ്ങനെ കൺസൾട്ടിങ്ങിനൊന്നല്ല കേട്ടാ, ജസ്റ്റ് ചിറ്റാറ്റിന് പോകുമ്പോ അപ്പൊ ഇവരോട് ചോദിക്കും ഹൂ ഈസ് യുവർ ഓഡിയൻസ് സെറ്റ്? അപ്പൊ അവര് പറയും അങ്ങനൊന്നും ഇല്ല. ഞാൻ ചോദിക്കാതെ എന്താ ഇല്ലാത്തത്? അപ്പൊ അവര് പറഞ്ഞത് എന്താണെന്നറിയോ? അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങൾ എങ്ങനെയാ ഇത് മെറ്റയിൽ ടാർഗറ്റ് ചെയ്യണത്? ഇപ്പൊ നമുക്ക് ഫേസ്ബുക്ക് എന്ന് പറയാൻ പറ്റില്ല, മെറ്റയിൽ ടാർഗറ്റ് ചെയ്യണം. അപ്പൊ അവര് പറഞ്ഞൊരു വാക്കാണ്, ഞങ്ങൾ ബ്രോഡ് ഓഡിയൻസിൽ ടാർഗറ്റ് ചെയ്യും. ശരി, ബ്രോഡ് ഓഡിയൻസ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു, എന്നാലും നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റീവ് ഇല്ലേ? നിങ്ങൾക്കൊരു ഇന്ന ബ്രോഡ് ഓഡിയൻസിലും നമുക്കൊരു നീഷ് കണ്ടെത്തണ്ടേ? അതൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾ ബ്രോഡ്. അപ്പൊ ഞാൻ ഇപ്പൊ കണ്ട ചില ഫാക്ടുകൾ ഇട്ട അപ്പൊ ഈ ഡിസ്കഷനിൽ ഞാൻ പറയാണ്, ഓൾമോസ്റ്റ് ഒരു 70 to 80% ഓൺടർപ്രണേഴ്സിനും ഈ പറയുന്ന അവരുടെ ഓഡിയൻസ് ബേസ് എന്താന്ന് തന്നെ മനസ്സിലാവുന്നില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ചർച്ചകളിലൊക്കെ റീസൺ. ഈ സോളോ ഓൺടർപ്രണേഴ്സ് ആവുമ്പോ അവര് ചിന്തിക്കണം എന്താ വെച്ച് കഴിഞ്ഞാല് അവരൊരു പ്രൊഡക്റ്റ് അത് എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്തുകൂടെയാണ്. അല്ല, അത് വളരെ വലിയൊരു പോയിന്റ് ആണ്. ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഞാനൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊടുന്ന്, ഇനി എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്തോ? ശരിക്കും പറഞ്ഞാൽ നേരെ തിരിച്ച ഒരു ഓൺടർപ്രണർ ചിന്തിക്കുന്നുണ്ട് അല്ലേ? ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ നമ്മളിപ്പോ ഈ ഒരു റൂബിക് ക്യൂബ് എടുക്കുക, ഒരു റൂബിക് ക്യൂബ് അല്ലേ? ഈ റൂബിക് ക്യൂബ് എന്തിനാണ് ഉണ്ടാക്കുന്നത്? സോ വാട്ട് ഈസ് ദ പ്രോബ്ലം ദിസ് ഇസ് ഗോയിങ് ടു സോൾവ് അല്ലേ? ഇത് ആരാണ് ഇതിന്റെ ടാർഗറ്റ് ഓഡിയൻസ്? ആർക്കാണ് നമ്മളിത് കൊടുക്കേണ്ടത്? ഇനി ടാർഗറ്റ് ഓഡിയൻസിന് പകരം ഇതിന്റെ ഒരു ഏത് മാർക്കറ്റിലാണ് ഈ സാധനത്തിന് നമ്മൾ സെല്ല് ചെയ്യേണ്ടത്, എങ്ങനെ ഇത് പൊസിഷൻ ചെയ്യേണ്ടത്, ഇതൊന്നും ഒരു ഓൺടർപ്രണർ ചിന്തിക്കണില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിതൊരു വിവാദമായിട്ട് പറയില്ല കേട്ടോ. ഐ എം നോട്ട് റെസ്പെക്ട്ഫുള്ളി, ഞാൻ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പറയില്ല. എനിക്ക് തോന്നുന്നത് ഈ SMB MSME കാറ്റഗറിയിൽ നിർഭാഗ്യവശാൽ ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ് ദാറ്റ് ഒരു 60% ആൾക്കാരും സെയിൽസ്മാനാണ്, ദേ ആർ ട്രേഡേഴ്സ്. എന്നിട്ട് അവര് പറഞ്ഞത് എന്താ, ഞങ്ങളൊരു ഓൺടർപ്രണർ. അപ്പൊ ഓൺടർപ്രണർഷിപ്പ് സെയിൽസ് നടത്തുന്ന ഓൺടർപ്രണർ അല്ലേ? അവര് നിലവിൽ അവരൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനല്ല നോക്കണത്. അവര്
സെലിബ്രിറ്റി ഇൻഡെക്സിനെ ഇൻക്രീസ് ചെയ്യാൻ നോക്കണം. പക്ഷെ ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ സെലിബ്രിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതിന്റെ റീസൺ എന്താ വെച്ചാൽ ഈ ഡിജിറ്റൽ വരുന്നതിന് മുമ്പോട്ട് ഇവർക്ക് ഓരോ ആൾക്കാരായിട്ടുള്ള കണക്ഷൻ ബേസ് ചെയ്തിട്ട് റിലേഷൻഷിപ്പ് വഴി ഈ ബിസിനസ് കാണുന്നത്. വെരി ഗുഡ്. പക്ഷെ ഡിജിറ്റലോട്ട് വരുന്ന സമയത്ത് അവിടെ റിലേഷൻഷിപ്പ് അല്ല, നമ്മൾ നേരെ കസ്റ്റമറിലോട്ട് പോവാണ്. അപ്പൊ അവിടെയാണ് ഈ ഒരു എന്താ പറയാ നമ്മൾ ഈ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ സൂപ്പർ സ്റ്റോക്കിസ്റ്റ് റീറ്റെയിൽ കിരാന സ്റ്റോറിലെ ആളെ മാത്രമാണ് കാണുന്നത്. കിരാന സ്റ്റോറിൽ അല്ലെങ്കിൽ ചെറിയ ഷോപ്പിൽ ലാസ്റ്റ് മൈൽ ഡെലിവറിയിലുള്ള ആളെ മാത്രമാണ് കസ്റ്റമർ കാണുന്നത്. ഓക്കെ, അയാള് നല്ലത് പറയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ട്രഡീഷണൽ റൂട്ടിൽ നടക്കുള്ളൂ. പിന്നെ ബ്രാൻഡ് പ്രൊപ്പോസിഷന് നമ്മൾ കുറച്ച് പരസ്യങ്ങളും ഹോർഡിങ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കും. ഇവിടെ നേരെ വിപരീതമാണ്. ഇവിടെ എന്താ സംഭവിച്ചാല് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കസ്റ്റമർക്ക് നേരിട്ട് നമ്മളാ സംസാരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ കസ്റ്റമറുടെ മൈൻഡ് സെറ്റ് നമുക്ക് അറിയണം. മെറ്റ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളൊരു കാഴ്ചപ്പാടുള്ളത് എന്തായിരിക്കും? എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഒരു കാഴ്ചപ്പാട് അതിനുണ്ടാവൂല. നിങ്ങൾക്ക് എന്താ നിങ്ങളെ എക്സ്പീരിയൻസിൽ തോന്നിയിരിക്കുന്നത്? മെറ്റന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്ലാറ്റ്ഫോം എന്താ പറയാ ബിഹേവിയർ ഓറിയന്റഡ്. അതായത് ഓരോരുത്തരുടെ സ്വഭാവത്തിനനുസരിച്ച് ആ ഒരു ടേസ്റ്റിനനുസരിച്ച്. പക്ഷെ ഞാൻ അതിന് വേറൊരു രീതിയെ പറയാം. നിങ്ങൾ പറഞ്ഞ രീതി കറക്റ്റാണ്, ബിഹേവിയർ ഓറിയന്റഡ് ആണ്. ഞാൻ പറഞ്ഞ മെറ്റ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഏറ്റവും വലിയ അസറ്റ് എന്താന്ന് പറയുക, നിങ്ങൾക്ക് നമ്മൾ ചിന്തിക്കാവുന്നതിന്റെ അപ്പുറത്തുള്ള ഡാറ്റ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കയറിയിട്ട് ലാൻഡഡ് ഇൻ വിസ്കോൺസൺ, അല്ലെങ്കിൽ ലാൻഡഡ് ഇൻ തിരൂർ, അല്ലെങ്കിൽ ലാൻഡഡ് ഇൻ കൊച്ചി, ഒരു ഹോട്ടലിൽ പോയി ഒരു ഫോട്ടോ എടുത്ത് അതിനെ ടാഗ് ചെയ്ത് നമ്മുടെ പ്രിഫറൻസും ബിഹേവിയറും നമ്മുടെ ടേസ്റ്റും ഒക്കെ അവിടെ മെറ്റക്ക് മനസ്സിലാവുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ഫ്രീക്വന്റ് ട്രാവലർ ആണെന്ന് വിചാരിക്കുക, നമുക്ക് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് അവർക്ക് ആഡ്സ് കാണിച്ചു തരാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്? അപ്പോ മെറ്റ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ശരിക്കും പറഞ്ഞ ഡേറ്റയാണ്. അപ്പൊ നമ്മൾ മെറ്റനെ മാത്രം ഫോക്കസ് ചെയ്ത് ഈ ഡിസ്കഷൻ വെക്കണ്ട. കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകൾക്കൊക്കെ അതിൻ്റെതായ ബഹുമാനം ഉണ്ടല്ലേ. ഉദാഹരണം പറഞ്ഞാൽ ഗൂഗിള് ശരിക്കും പറഞ്ഞാൽ സെർച്ച് ഹിസ്റ്ററികൾ പഠിക്കുകയാണ് അല്ലെ, ഇന്റന്റ് പഠിക്കുകയാണ്. അപ്പോ ഒരു വ്യക്തി എന്താണ് അന്വേഷിക്കുന്നത് അല്ലെ, ആ അന്വേഷിക്കുന്നതിന് കൃത്യമായ മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഗൂഗിൾ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ പ്രാധാന്യം അല്ലെ. പ്രാധാന്യം അതിന്റെ അഡ്വാൻറ്റേജും അതാണ്. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ ബിഹേവിയർ വെച്ച് പഠിക്കാൻ പറ്റും. പക്ഷെ അവിടെ ബിഹേവിയറിനെ സെല്ല് ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ പൊസിഷനിങ് അങ്ങനെയാണ്. അവിടെ ബിഹേവിയറിനെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുണ്ട? അപ്പോ ശരി, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്, ബിഹേവിയർ ഇന്റന്റ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ പിന്നെ നമ്മളിപ്പോ ഡിസ്കഷനിൽ നമ്മള് പിന്നെ നെക്സ്റ്റ് ഗ്രോത്ത് കൺസൾട്ടന്റ് ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു SMBക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ചെറുകിട ബിസിനസ്സിற்கு വേണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാണ് അവർക്ക് ഗ്രോത്ത് സ്ട്രാറ്റജി പറഞ്ഞത്? ശരിക്ക് പറഞ്ഞാൽ ഞാനൊരു ഗ്രോത്ത് മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് ആയത് ഇപ്പൊ അടുത്താണ്. കാരണം ഈ ഗ്രോത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്റെ മൈൻഡിലേക്ക് വരാൻ കാരണം രണ്ട് റീസണാണ്. ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാല് ബേസിക്കലി നമ്മൾ രണ്ടുപേരും പോയിട്ട് കസ്റ്റമേഴ്സിനായിട്ട് സംസാരിച്ച് നമുക്ക് കിട്ടിയ ലാർജ് പൂൾ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ. ഈ ലാർജ് പൂൾ ഓഫ് ക്വസ്റ്റ്യൻസിൽ നമ്മൾക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്താ? ഹൗ ക്യാൻ ഐ ജനറേറ്റ് സെയിൽസ് ത്രൂ ഡിജിറ്റൽ ചാനൽ അല്ലേ. അവർ പറയാതെ പറഞ്ഞത് അതാണ്. ഞങ്ങൾ കുറെ ഏജൻസികളെ സമീപിച്ചു, ഞങ്ങൾ കുറെ ഫ്രീലാൻസേഴ്സിനെ സമീപിച്ചു, ഞങ്ങൾ കുറെ സ്റ്റാഫിനെ വെച്ചു. ദീസ് പീപ്പിൾ ബ്രിങ് സം മെട്രിക്സ് ടു അസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. 30ാമത്തെ ദിവസം വരെ കുറെ നമ്പർ ആയിട്ട് വരും അല്ലേ. ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി കാൺ ജനറേറ്റ് സെയിൽസ്. ഞങ്ങൾക്ക് കിട്ടേണ്ടത് കച്ചവടമാണ്. നമ്മളെ നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞ കാശ് കിട്ടണം. കാശ് കിട്ടണമെങ്കിൽ കച്ചവടം നടക്കണം. ഈ കച്ചവടം നടക്കണം എന്നുണ്ടെങ്കിൽ they should understand how should they position the company. They should understand what type of communication should go out of their mouthpiece അല്ലെ. അവരെ വായിൽ നിന്ന് ഏത് തരം വർത്താനാണ് പുറത്തേക്ക് വരേണ്ടത്. ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് ദേ ഷുഡ് അവർ ചിന്തിക്കണം എങ്ങനെ ഞാൻ ഈ എൻ്റെ കയ്യിലുള്ള ഇൻവെന്ററിനെ വിറ്റ് ഒഴിവാക്കണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഇൻവെന്ററിനെ ഞാൻ എങ്ങനെ ഏത് തരം ജനങ്ങൾക്ക് ഇത് വിറ്റ് കൊടുക്കണം, കാണിച്ചു കൊടുക്കണം, അതിൽ അവരെ ആവേശഭരിതനാക്കണം അല്ലേ. കാരണം എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ സെയിൽ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ SMBകൾക്ക് ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ മെയിൻലി ഞാൻ SMBകൾക്ക് അല്ല ഗ്രോത്ത് ശരിക്കും പറഞ്ഞു കൊടുക്കുന്നത്.
MSM അല്ല, അവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്യാണ്ട്. MSMEകൾക്കും SMBകൾക്കും ഞാൻ ഗ്രോത്ത് ഫുള്ളായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയും, നമ്മൾ ഈ ഗ്രോത്ത് പറയുന്ന സമയത്ത് ഒരു സെർട്ടൻ സെറ്റ് ഓഫ് മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യാണ്ട്, മനസ്സിലാവണ്ട, അതേ പറ്റുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ പറഞ്ഞ ഏറ്റവും ആവേശത്തോടു കൂടി പറഞ്ഞൊരു വാക്കാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ്, അല്ലേ? നമ്മള് ശരിക്കും പറഞ്ഞ ചിരിച്ചിട്ട് തന്നെ അത് പറഞ്ഞു. ഏത് മനുഷ്യനെടുത്ത് നോക്കിയാലും ഓൻ പറഞ്ഞതാണ് ഐ എം എ പെർഫോമൻസ് മാർക്കറ്റർ. ആക്ച്വലി അവരൊക്കെ ഒരു പെർഫോമൻസ് മാർക്കറ്റർ ആണോ? തീർച്ചയായിട്ടും അല്ല. കാരണം എന്താ വെച്ചാല് ഒരു സെയിൽസ് ഓറിയന്റഡ് ഒബ്ജക്റ്റീവിൽ റൺ ചെയ്യുന്ന ക്യാമ്പയിനിലൂടെ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ സെയിൽസിന്റെ ഡേറ്റ പോയിന്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ? സെയിൽസിന്റെ ഡേറ്റ പോയിന്റിലേക്ക് ഒന്നുകിൽ എത്തിക്കണം, അല്ലെങ്കിൽ സെയിൽസിന്റെ മെത്തേഡിലേക്ക് നമുക്ക് എത്തിക്കണം, അല്ലെ? അതാണ് കോർപ്പറേറ്റ് കമ്പനികൾ ആൾക്കാരെടുക്കുമ്പോൾ പറഞ്ഞൊരു പോയിന്റ് ആണ്. ഈതർ യു ആർ എ ബ്രാൻഡ് മാനേജർ ഓർ യു ആർ എ സെയിൽസ് മാനേജർ. ഫൈൻ. സെയിൽസ് മാനേജറിന് ഡിജിറ്റലിൽ പറഞ്ഞ രസകരമായ വാക്കാണ് പെർഫോമൻസ് മാനേജർ, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യണത്? നിങ്ങൾ ചെയ്യണത് എന്താ വെച്ചാൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ക്ലയന്റുകൾക്ക് എങ്ങനെ കച്ചവടം ഉണ്ടാക്കി കൊടുക്കാന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ വീണ്ടും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് വരുന്നത് എന്താ വെച്ചാല്, ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നു SMBകൾക്കും MSMEകൾക്കും ഞാൻ എങ്ങനെ ഗ്രോത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഞാൻ ഗ്രോത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാറില്ല. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് അതാണ്. നമ്മളിപ്പോ ഇതൊരു എഡ്യൂക്കേഷണൽ സീരീസ് ആണ്. നമ്മൾ വെറുതെ കുറെ കാറ്റടിച്ച് വിട്ടിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ശരിക്കും അവിടെ പിന്നെ എന്താ പറഞ്ഞാല് സ്ട്രാറ്റജീസ് ഒന്നും സെറ്റ് ചെയ്ത് കൊടുക്കില്ല. ഇവരെ നമ്മൾക്ക് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞാൻ എന്റെ രീതിയാണ് ഞാൻ പറഞ്ഞിട്ട്. ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ പല സ്ഥലത്തും അതിന് ഭയങ്കര നെഗറ്റീവ് സെന്റിമെന്റ് വരാറുണ്ട്. ഇയാൾ എന്താ എത്ര പോരം ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നത്? കാരണം നമ്മൾ ഓരോ ബിസിനസ്സുകാരനും ഓരോ കസ്റ്റമൈസ്ഡ് പ്ലാൻ ആണ്, അല്ലേ? ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ പെർഫോമൻസ് മാർക്കറ്ററാണ്. ഒരു ക്ലയന്റിന് ചെയ്ത ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് സെറ്റ് അതേ നീഷിൽപ്പെട്ട അവരുടെ കോമ്പറ്റീറ്റർക്ക് ചെയ്താൽ ശരിയാവും? ശരിയില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ ടാക്ടിക്സും ഞാൻ പറഞ്ഞ ഒരേ നീഷിൽ ഒരേ സെറ്റ് ഓഫ് പ്രൊഡക്റ്റ് ആണ് രണ്ടാളും വെക്കണമെന്ന് വിചാരിച്ചോ? പറ്റുമോ? പറ്റില്ല. അങ്ങനെ വ്യത്യസ്തനായാലേ മാത്രമേ മുന്നോട്ട് പോകും. അത് മാത്രല്ല, കച്ചവടത്തിന്റെ തന്ത്രങ്ങൾ രണ്ടു കൂട്ടർക്കും രണ്ട് രീതിയാവില്ലേ, അല്ലേ? അപ്പൊ അതേപോലെ തന്നെ ഞാൻ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഫ്രാങ്ക്ലി ഇവരോട് ഡേറ്റ് ചോദിക്കും. സോ എന്താണ് നിങ്ങളെ പരിപാടി, എന്നാ നിങ്ങൾ ഇതിലേക്ക് വന്നത്? പിന്നെ സംസാരിക്കാൻ കുറച്ചൊരു വളരെ സമാധാനത്തോടെ സംസാരിക്കാനുള്ള ശേഷി പഠിച്ചുണ്ടാക്കിയത് കൊണ്ടിട്ടാ ഇതിങ്ങനെ ചോദിച്ച് എല്ലാ ഡീറ്റെയിലും എടുത്തതിന് ശേഷം ഇവരോട് പറയും, ഒരു 60% ഓൺടർപ്രണേഴ്സും ട്രസ്റ്റ് മീ ഡിജിറ്റലിലേക്ക് വരാനുള്ള റെഡിനെസ് ഉണ്ടാവില്ല. വെറും ഒരു സെയിൽ എഞ്ചിൻ ആയിട്ടാണ്, അല്ലേ? അവർ ശരിക്കും സെയിൽസ് എഞ്ചിനും അല്ല. ഞാൻ വേറൊരു തമാശക്കൊരു വാക്ക് പറയാം, അവർ നമ്മളെ കാണുന്നത് ഒരു വിർച്വൽ സെയിൽസ്മാൻ ആയിട്ടാണ്, അല്ലേ? നമ്മൾ ഓർക്കൊരു കച്ചവടം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു മനുഷ്യൻ. അപ്പൊ കുറെ ഇൻഫോർമേഷൻ നമ്മളെന്ന് ചോർത്ത അങ്ങനെ ഒരു കേസ് സ്റ്റഡി നമ്മളെ മുന്നിലുണ്ട്. ഓർമ്മ ഉണ്ടാ? നമ്മൾ 3 ക്ലാസ്സിൽ, അല്ലേ? 3 ക്ലാസ്സിൽ വന്ന ഒരു മനുഷ്യൻ, ഞാൻ 3ാമത്തെ ക്ലാസ്സിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നിക്കണെന്ന്. ശരിക്കത് പറഞ്ഞാൽ അയാളെതിരെ ചോദിക്കാൻ പാടില്ല. പക്ഷെ എന്റെ ഫ്രസ്ട്രേഷനോട് ഞാൻ ചോദിച്ചു, കാക്ക നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നിക്കണത്? അപ്പൊ അദ്ദേഹം ചിരിച്ചു, അല്ലേ? ചിരിച്ചപ്പോ തന്നെ ഞാൻ മൈൻഡ് സെറ്റിൽ ഞാൻ മനസ്സിലാക്കി, ഇനി 4ാമതൊരു ക്ലാസ്സിന് ഇയാൾ ഇങ്ങോട്ട് വന്നാൽ ഇയാളെ ലൈഫ് സ്പോയിലാവും. കാരണം നമ്മൾ ഈ പറയുന്ന കാര്യം തന്നെ നമ്മൾ അതെന്താ വെച്ചിട്ടാ, ഇവര് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ സെയിൽസ് ഒബ്ജക്റ്റീവ് നടക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? സെയിൽസ് ഒബ്ജക്റ്റീവ് നടക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഒരു പരിപാടി എന്താന്ന് വെച്ചാൽ, ഇവർ നമ്മളെ നിന്ന് കുറെ ഡേറ്റ പോയിന്റുകൾ എടുക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഡേറ്റ പോയിന്റ് പറഞ്ഞത് എന്താ, ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആണ്. നമുക്കതിൽ പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട്, ഇങ്ങനെ ചെയ്ത് അത് നടക്കുന്നുള്ളത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവാണ്. ഈ പുതിയ അറിവ് ഇവർക്ക് പോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഡാറ്റ പോയിന്റ് വെച്ചാണ് ഇവര് പിറ്റത്തെ പ്രാവശ്യം വർക്ക്ഔട്ട് ചെയ്ത് നോക്കണില്ല. ചിലവര് വർക്ക്ഔട്ട് ചെയ്ത് നോക്കും, ചിലവര് വർക്ക്ഔട്ട് ചെയ്ത് നോക്കില്ല. ആ ഡാറ്റ പോയിന്റ് ഒരിക്കലും അവർക്ക് സെറ്റ് ആവില്ല. കാരണം എന്താ വെച്ചാൽ ഇവരിതിനൊന്നൊരു നമ്മളിപ്പോ മാർക്കറ്റിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് മാർക്കറ്റ് റിസർച്ച്. എത്ര കമ്പനികൾ ഇത് ചെയ്യുന്നുണ്ട്? എക്സ് റിട്ടേൺ ആയിട്ടുള്ള കുറെ ഗൾഫിലുള്ള പാവം പ്രവാസികൾ, അല്ലേ? അവരെന്താ ചെയ്യുക? നാട്ടിൽ വന്നിട്ട് നമ്മളോട് ചോദിക്കണം, ഇക്കൊരു ബിസിനസ് തുടങ്ങണം. ഞാൻ 99% ആൾക്കാരും പറയാനുള്ള, നിങ്ങൾ കാക്ക തുടങ്ങണ്ട, നിങ്ങൾ ആ പണിക്ക് നിൽക്കണ്ട. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ പിന്നെ എന്താ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മറ്റേ എൻഡ് ഓഫ് ഗ്രാറ്റുവിറ്റി മണി തൽക്കാലം ബാങ്കിൽ ഇട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും മുണ്ടാതിരുന്നോളി. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇവര് പിന്നെ
എനിക്കൊരു ജോലി വേണം എന്ന രീതിയിലേക്ക് ഓൺടർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങണം, അല്ലേ? അത് എനിക്കൊരു ജോലി വേണം. ശരിക്കും ഓൺടർപ്രണർഷിപ്പ് ഒരു ജോലിയാണോ? എന്റെ ഒരു അഭിപ്രായത്തിൽ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ മലയെടുത്ത് തലയിൽ വെക്കണ പോലെയാണ്. എന്നാൽ നമുക്ക് എന്തെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ആരെന്തെങ്കിലും കിട്ടില്ല. നമ്മൾ സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രം ജനം അംഗീകരിക്കും. സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മളെ സ്റ്റോറി പറയാൻ എത്രയോ ആൾക്കാരുണ്ടാവും. സക്സസ് അല്ലെങ്കിലോ നേരെ തിരിച്ചോ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, ഗ്രോത്ത് ഞാൻ എങ്ങനെയാ പറയാറ്? ടു ബി വെരി ഫ്രാങ്ക്, ഗ്രോത്ത് നമ്മൾ അങ്ങനത്തെ ആൾക്കാർക്ക് കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കില്ല. അപ്പൊ ഞാൻ അതിനെടുക്കുന്ന ഒരു ടെക്നിക്ക് എന്താ വെച്ചാൽ, ഒരു സംസാരിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 1 to 2 hours ഒരു ഫ്രീ കോൾ കൊടുക്കും. ഐ വിൽ ഡിസ്കസ് വിത്ത് ദം ഓൾ ദ ലീവേഴ്സ് ഓഫ് ദെയർ ബിസിനസ്. ഉദാഹരണം പറഞ്ഞാൽ അവർ എന്ന് തുടങ്ങി, എന്തൊക്കെ സർവീസാണ് അവർ ചെയ്യുന്നത്, ഏത് നീഷിലാണ്, എന്തെല്ലാം കോമ്പറ്റീറ്റർ ലാൻഡ്സ്കേപ്പ് ഉണ്ട്. അപ്പൊ ഇവരോട് ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ടാവൂട്ടാ. റിസർച്ച് ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു പോയിന്റ് കിട്ടും, നിങ്ങളെ കോമ്പറ്റീറ്റർ ആരാന്ന് ചോദിക്കും. ഓക്കെ, ഈ കോമ്പറ്റീറ്റർ ആരാന്ന് ചോദിച്ചാൽ ഒരു 50% ആൾക്കാർക്കും അങ്ങനെ ഒരു സാധനം തന്നെ മാർക്കറ്റ് ഉണ്ടെന്ന് അറിയില്ല. പിന്നെ വേറെ കോമഡി എന്താ വെച്ചാല് ആ കോമ്പറ്റീറ്റർ ഈ പറഞ്ഞ ആൾക്കാരൊന്നും അവരെ കോമ്പറ്റീറ്റർ ആവില്ല. അല്ല പിന്നെ ചിലവര് പറഞ്ഞൊരു കാര്യം ഉണ്ട് കേട്ടോ, അത് അതിനെക്കാട്ടി തമാശയുള്ള ഒരു വാക്കാണ്. അതായത് ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കും, അങ്ങനെ ഒരു യൂസ് കേസോ? അതെങ്ങനെയാ ഞങ്ങള് ഒരു പുതുമുള്ള സാധനമാണ്, ഞങ്ങളൊരു പുതിയ ചിന്തയാണ്, ഞങ്ങളെ വെട്ടിക്കാൻ ആരുമില്ല, അങ്ങനെ പറഞ്ഞവരുണ്ട്. ഞങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ചോദിക്കും, നിങ്ങളെ തോൽപ്പിക്കാൻ ആരില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്? നിങ്ങളൊരു ഒരു ഒരു അജയ്യനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞങ്ങളെപ്പോലത്തെ സാധുക്കളെ അടുത്തേക്ക് വന്നിട്ട് എന്താ കാര്യം എന്ന് ചിലപ്പോൾ. പക്ഷെ ഇത് ഓൺടർപ്രണറോട്, കാരണം അയാളെ എപ്പോഴും നമ്മളൊരു ഓൺടർപ്രണർ ഒരു അരോഗന്റ് ആറ്റിറ്റ്യൂഡിലാണ് മാർക്കറ്റിങ്ങിലേക്ക് വരിക. ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ, ഒരു അരോഗൻസി ഉണ്ടാവും ഇവരുടെ ഉള്ളിൽ. എന്താ നിനക്ക് മനസ്സിലാവണില്ല. പക്ഷെ സമാധാനം പോലെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാലോ ഇവർ കരയിനോടത്തേക്ക് എത്തും. പിന്നെ അവസാനം പറയും, എനിക്കതിന് അങ്ങനെ ഒരു നല്ല അനുഭവം ഉണ്ട്. ഒരു ടീം പാലക്കാട് നിന്ന് വന്നു, എക്സ് റിട്ടേൺ ആണ്, ഗൾഫ് കേട്ടോ. ആ സാധുവായ മനുഷ്യനോട് ടാക്സി വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അപ്പൊ 2 ആൾക്കാർ കൂടിയുണ്ട്. എല്ലാരും കൂടി റൂമിലേക്ക് കയറിയിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്താ, ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾക്ക് ഞാൻ വേണ്ടിയ സഹായം എന്താ ഞാൻ ചെയ്തു തരണ്ടേ? അപ്പോ അത് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഞങ്ങളൊരു കമ്പനി തുടങ്ങി, ഇത്ര രൂപ മെഷീനറിക്ക് ഇന്ന കാര്യങ്ങളാണ് ചെയ്യണത്, ഞങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ 5 കാശില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ വീണ്ടും പറയുന്നു, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു എസെൻഷ്യൽ കമ്മോഡിറ്റി ആണ്. ബിസിനസിന്റെ ഒരു എസെൻഷ്യൽ കമ്മോഡിറ്റി ആണ് അല്ലേ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അത് പലർക്കും അറിയണില്ല. പിന്നെ ഇതൊക്കെ നമ്മളിപ്പോ ഈ ഡിജിറ്റൽ എന്ന് പറഞ്ഞ ചർച്ചയിൽ നമ്മളെന്തിനാ അതൊക്കെ പറഞ്ഞു? ശരിക്കും പറഞ്ഞ പിന്നെ ഇവരോട് ആരെങ്കിലും ഒരാൾ ഒരു തിരിപ്പ് വർത്താനം പറയും അല്ലേ, നമ്മൾ ആ വാക്കിനെ ഉപയോഗിക്കണം. ഒരു ശരിക്കും പറഞ്ഞാൽ ഡീവിയേഷൻ ഫ്രം ദ റൈറ്റ് പോയിന്റ്. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കയറി ഫേസ്ബുക്കിൽ 4 ആഡ് വിട്ടോ, ഗൂഗിൾ 4 ആഡ്, ഗൂഗിൾ പറയില്ല കേട്ടാ, ഫേസ്ബുക്കിൽ വിട്ടോ. ഫേസ്ബുക്കും ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, ബൂസ്റ്റ് അടിച്ചോ. ഞാനിപ്പോ അടുത്തൊരു ക്ലയന്റിനെ, ഒരു എഡ്യൂക്കേഷൻ സെക്ടർ ഒരു ക്ലയന്റ്, ഇദ്ദേഹം നമ്മൾ രണ്ടുപേരും പോയിട്ടുണ്ട്. ഇവിടെ ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടാകുന്നല്ലോ ഇവിടെ ടെൽക്കിൽ വെച്ചിട്ട്, ഇവിടെ അങ്കമാലി. അപ്പൊ അദ്ദേഹം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ്, എനിക്ക് സ്റ്റുഡൻസിന് കിട്ടുന്നില്ല. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇറ്റ്സ് എ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് അല്ലേ, ശരി, നിങ്ങളെ കണ്ടന്റ് എന്താ, ഇന്നതാണ് ഞങ്ങളെ ഒബ്ജക്റ്റീവ്, നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ് എന്താ, ഒക്കെ പോസ്റ്ററാണ്. ഞാൻ പറഞ്ഞു വീഡിയോ ഒന്നും ഇല്ലേ? ഇല്ല, വീഡിയോ ഒന്നും ഇല്ല. ഈ പോസ്റ്ററിൽ പറയുമ്പോ തന്നെ ആ പോസ്റ്റർ കണ്ടന്റ് ശ്രദ്ധിച്ചാൽ അഡ്മിഷൻ പോസ്റ്റർ മാത്രം. അതായത് എന്താണെന്നറിയോ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ബിസിനസ്സിന് നിങ്ങളെ വായിൽ നിന്ന് വന്ന വാചകം തന്നെ ഫണൽ അല്ലേ. ശരിക്കും ഫണൽ എന്താ? ഫണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇറ്റ്സ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ബൈ വിച്ച് യു എക്സൈറ്റ് ദ കസ്റ്റമർ അല്ലേ. യു ഗിവ് ഹിം നോളജ് അബൌട്ട് യുവർ പ്രോഡക്റ്റ് ഓർ സർവീസ്, യു ടീച്ച് ഹിം അബൌട്ട് ദ എൻവിറോൺമെന്റ് അല്ലേ, you excite him to come to the next step. Then there you tell him that you can give us a chance അല്ലേ. അവിടെ നമ്മളിട്ട് ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്തിട്ടില്ല. യു ക്യാൻ ഗിവ് അസ് എ ചാൻസ്. ആ ചാൻസ് നിങ്ങൾ തരുന്ന സമയത്ത് ലെറ്റ് us try അല്ലേ. ആ ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാണ്. ഇതെന്താ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യണെന്താ, ഞങ്ങൾ അഡ്മിഷൻ ആരംഭിച്ചു. ഇത് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അതായത് കോമ്പറ്റീഷൻ കുറഞ്ഞൊരു കാലത്ത് അല്ല. അവിടെ സാറ് വർക്ക്ഔട്ട് ചെയ്തിരുന്ന കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് എന്താ വെച്ചാല്, 2 യൂസ് കേസ് അവിടെ ഉണ്ട്. ഒന്ന് നിങ്ങൾ പറഞ്ഞ യൂസ് കേസ് തന്നെ, അതായത് അവിടെ അന്ന് അധികം ആൾക്കാർ ഫേസ്ബുക്കിലില്ല.
രണ്ടാമത്തെ യൂസ് കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂസ് കേസ് ആണ്. അന്ന് ഡിജിറ്റൽ ലിറ്ററസി ഈ പറയുന്ന ഓഡിയൻസിനും ഇല്ല. ഇല്ല, അതെ. ഇന്നത്തെ യൂത്ത് വളരെയധികം നമ്മളെക്കാട്ടി നോളജ്ഫുൾ ആണ്. ഇപ്പൊ എന്റെ 12 വയസ്സായ മകൾ എന്നോട് ചില കാര്യങ്ങൾ പ്ലാറ്റ്ഫോമിന്റെ യൂസ് കേസ് പറയുമ്പോൾ നമ്മളെ ചിന്ത അങ്ങോട്ട് പോയിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ സ്ട്രാറ്റജി വർക്ക് ചെയ്യുമ്പോൾ, ടാക്ടിക്സ് വർക്ക് ചെയ്യുമ്പോൾ ഇതൊന്നും നമ്മളെ തലേക്ക് പെട്ടെന്ന് പോവില്ല. പക്ഷെ ഇവര് പറയും ഇങ്ങനെ ചെയ്തൂടെ, വൈ കാണ്ട് യൂസ് ഇറ്റ് ഇൻ ദിസ് വേ, ദാറ്റ് വേ. അപ്പൊ അവർ അത്രയും നോളജ്ഫുൾ ആണ്. ഈ നോളജ്ഫുൾ ആയ കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ നമ്മൾ പോയിട്ട് ഈ പൊറാട്ട നാടകം കളിച്ച അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ പ്ലസ് ടു കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അത് കോമൺ ആയിട്ട് വരുന്ന ഒരു പോസ്റ്ററാണ്, എല്ലാവരും ഇടുന്ന ഒരു പോസ്റ്റർ ആണ്. അതിലൊരു പോസ്റ്ററിന്റെ അടിയിൽ ആഡിന്റെ അടിയിൽ ഒരുത്തൻ കമന്റ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ധൈര്യം ചോദിക്കില്ലേ, കുറച്ച് സ്വൈര്യം. അത് സ്വൈര്യം എന്നോ മാന്യമായി ചോദിച്ചു, വേറെ വല്ലവരും എന്താ എഴുതുക? അതിന്റെ ഒരു കോമഡി ഈ റിപ്പീറ്റ് ആയിട്ട് ഈ സെയിം കണ്ടന്റ് ആണ് എല്ലാ. അതിന്റെ അതാണ് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്താണെന്നറിയും. ശരിക്കും പറഞ്ഞാല് ഒരു കൃത്യമായ ടാക്ടിക്കൽ പ്ലാന് ഈ പറയുന്ന ഓൺട്രപ്രണർക്ക് അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റിനെ മാർക്കറ്റിൽ പൊസിഷൻ ചെയ്യാനുള്ളത് ഉണ്ടെങ്കിൽ മാത്രമേ ഡിജിറ്റൽ മീഡിയം കൊണ്ട് കാര്യമുള്ളൂ, അല്ലേ? പിന്നെ നമ്മളെ നാട്ടിൽ കുറെ ജാർഗണുകളാണ്, കുറെ ആളെ പഠിപ്പിക്കുന്ന വാക്കുകൾ, അല്ലെ ഇംഗ്ലീഷിൽ കുറെ വാക്കുകൾ. എക്സാമ്പിൾ പറഞ്ഞ ഗ്രോത്ത് മാർക്കറ്റിംഗ്, പെർഫോമൻസ് മാർക്കറ്റിംഗ്, പിന്നെ പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെന്റ്, പിന്നെ DSP, ഇങ്ങനെ കുറെ ആളെ പേടിപ്പിക്കുന്ന കുറെ വാക്കായിട്ടുണ്ട് ഇറങ്ങും. ഈ വാക്കിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ ഓൺട്രപ്രണർക്ക് അപ്പോഴും മനസ്സിലാവണില്ല. എനിക്ക് ഒരു ഉദാഹരണം നമ്മൾ ചോദിക്കുക, പെർഫോമൻസ് മാർക്കറ്റിംഗ് ഏത് ഘട്ടത്തിലാണ് ഒരു കമ്പനി ചെയ്യേണ്ടത്? പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണെന്നാല് ഫുള്ള് എൻജിൻ അല്ലേ? നമ്മൾ സത്യത്തിൽ പറഞ്ഞാൽ നമ്മളെ SEO ഒപ്റ്റിമൈസ്ഡ് ആവണം, നമ്മളെ ബാക്കിയുള്ള ഒമ്നി ചാനൽസ് ഒക്കെ ഒപ്റ്റിമൈസ്ഡ് ആവണം. നമുക്കൊരു ശരിക്കും പറഞ്ഞ ഇപ്പൊ നമ്മൾ ഷാർക്ക് ടാങ്കിലെ തന്നെ എടുക്കുക. നമ്മളിപ്പോ അതാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പിന്റെ ഒരു പിച്ച്. അതിൽ തന്നെ അവർ പറഞ്ഞത് എന്താ, ആ വിനീത ഷുഗർ എന്ന് പറയുന്ന കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള വിനീത, അവർ പറയുന്നത് വളരെ കൃത്യമായ ഒരു വാചകമുണ്ട്. നിങ്ങളുടെ 6-7 ലക്ഷം രൂപയുടെ വരുമാനം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓർഗാനിക്കിലൂടെയും ആഡ്സിലൂടെ ഒക്കെ ചെയ്യുന്ന ഒരു ലെവൽ എത്തിയാൽ സ്കെയിലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പെർഫോമൻസ് ഉപയോഗിക്കാം, അല്ലേ? കറക്റ്റ് അതല്ലേ? സ്കെയിലപ്പ് ചെയ്യാൻ നിങ്ങൾ പെർഫോമൻസ് ഉപയോഗിച്ചോ. സ്കെയിലപ്പ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പെർഫോമൻസ് ഉപയോഗിക്കുക? പക്ഷെ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് എന്താ, ഇവിടെ എല്ലാവരും ലിങ്ക്ഡിൻ പ്രൊഫൈൽ എടുത്ത് നോക്കിയാലും ഒക്കെ പെർഫോമൻസ് മാർക്കറ്റാണ്, എല്ലാവരും പെർഫോമൻസ് മാർക്കറ്റാണ്. അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങൾ എന്താ പെർഫോമൻസ്? അത് ഞങ്ങളോട് ചോദിക്കണ്ട. ഞങ്ങൾ അപ്പൊ ചിലർ ചോദിക്കുവേ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് സാർ അത് വെക്കണേ, അല്ലേ? അങ്ങനെ ചെയ്യണ. ഇപ്പൊ നിങ്ങള് ഒരു സ്കൂളിന് വേണ്ടി വർക്ക് ചെയ്യണ്ടല്ലേ, അതിന്റെ ഒരു അതിന്റെ ഒരു കേസ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. ആ സ്കൂള് ശരിക്കും UAE-ലാണ്. ഓക്കെ, ശരി. അവർക്ക് 3-4 ബ്രാഞ്ച് ഉണ്ട് ആ സ്കൂളിന്. പിന്നെ 2 റെക്കഗ്നൈസബിൾ നെയിം ആണ്, അല്ലെ? ഞാൻ ചില ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുകയാണ്. റെക്കഗ്നൈസബിൾ നെയിം ആണ്. ഓൾറെഡി അവർക്ക് നല്ല കൃത്യമായ രീതിയിലുള്ള ഡാറ്റാബേസ് ഉണ്ടാവും, അവർക്ക് നല്ല റിവ്യൂ സിസ്റ്റം ഉണ്ടാവും, അവർക്ക് നല്ല കൃത്യമായിട്ടുള്ള PR ചെയ്തിട്ടുണ്ടാവും. ഓൾറെഡി അവർക്ക് ഒരു ലെഗസി ഉണ്ട്, അല്ലെ? ട്രസ്റ്റബിൾ ഫാക്ടർ ആണ്. നോട്ടബിൾ ഫിഗേഴ്സ് അവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ ജോലിക്ക് കയറിയിട്ടുണ്ട്, അല്ലേ? അപ്പൊ നിങ്ങൾ പെർഫോമൻസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ അവിടെയും എന്താ പറയാ, ക്രിയേറ്റീവ് അവിടെ നിങ്ങൾ ശരിക്കും ഫേസ് ചെയ്ത 2-3 ചലഞ്ചും അതിനെങ്ങനെ നിങ്ങൾ മറികടന്നു എന്നുള്ളതൊന്ന് പറയാൻ പറ്റും? അവിടെ ഒന്ന്, ഞാൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കോസ്റ്റ്ലി ആണ്, ലീഡിനായാലും ബാക്കിയുള്ള കാര്യത്തിനായാലും. അപ്പൊ അത് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ ഇവർക്ക് ഓൾറെഡി ലെഗസി ഉണ്ട്. പക്ഷെ ആ ഒരു അല്ല, അവിടെ ആ ലീഡ് കോസ്റ്റ് കൂടാൻ കാരണം ക്രിയേറ്റീവിന്റെ മുകളിലാണ്. ക്രിയേറ്റീവ് എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജിങ് ക്രിയേറ്റീവില്, അല്ലെ? അപ്പൊ അവിടെ ഡയറക്റ്റ് മെസ്സേജിങ് യു ഡോണ്ട് എക്സൈറ്റ് ദ കസ്റ്റമർ. അപ്പൊ അവിടെ ഈ ഓൾറെഡി അവർ ലെഗസി ഉള്ള ആ സംഭവം ക്രിയേറ്റീവിലോട്ട് കൊണ്ടുവരാണെങ്കിൽ അത്രയും കണ്ടിട്ട് പെട്ടെന്ന് കൺവേർട്ടബിലിറ്റി അവിടെ വരും. പക്ഷെ ഇവിടെ കൺവേർട്ടബിലിറ്റി വരാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്രിയേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ഒരു പുതിയ സ്ഥാപനം തുടങ്ങണ അതേ ഒരു ഫീലാണ് ആ ക്രിയേറ്റീവിന്റെ മുകളിലുള്ളത്. വെരി ഗുഡ്. ഇപ്പൊ അവിടെ ഞാൻ ഒരു പോയിന്റുകളോട് പറയാം. ഇപ്പൊ ഈ മെറ്റയുടെ റിസർച്ച് റിപ്പോർട്ടുകൾ വിടാറുണ്ട് അവര്. ഇപ്പൊ നമ്മൾ ഓരോ പ്ലാറ്റ്ഫോമിനും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഈ പ്ലാറ്റ്ഫോമുകൾക്കൊക്കെ ഒരു ബെഞ്ച് മാർക്ക് റിപ്പോർട്ട് ഉണ്ടാവും, പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു ബെസ്റ്റ് പോളിസി, ബെസ്റ്റ് പ്രാക്ടീസ് ഉണ്ടാവും. യെസ്, കറക്റ്റ്, ബെസ്റ്റ് പ്രാക്ടീസ്. പിന്നെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാവും. പ്ലാറ്റ്ഫോമുകൾക്കൊക്കെ പിന്നെ ഒരു ടാക്ടിക്സ് അപ്രോച്ച് നമ്മളോട് പറഞ്ഞു തരും. കാരണം എന്താ വെച്ചാൽ പ്ലാറ്റ്ഫോമിന്റെ ദൗർബല്യവും പ്ലാറ്റ്ഫോമിന്റെ ശക്തിയും പറയാതെ അവർ പറയും.
ഞങ്ങളെ പ്ലാറ്റ്ഫോമിന് ഇന്ന ദൗർബല്യം ഉണ്ടെന്ന് അവർ പറയില്ല. പക്ഷെ അവർ പറയും ഓക്കെ. അതിൽ അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് 70%, trust me, this is a very big number, 70% of the content which is you put up as ads in platforms depends on your creativity. അവരിപ്പോ ലാസ്റ്റത്തെ അപ്ഡേറ്റിൽ അടക്കം വളരെ 70% മീൻസ് ഇനി ഒരു പെർഫോമൻസ് മാർക്കറ്റർ എന്ന് പറയുന്ന ജാർഗൺ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ you should be a person who can understand the sentiment of the consumer. You should be a person who can understand the taste of the consumer. You should be a person who understands what customer buys and what customer don't buys. അതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് അറിയുന്നത്, within 2 to 3 years there will be 2 sets of people. A 2 sets of people will be one set of people who will be a technical product user. മെറ്റക്ക് ഉപയോഗിക്കാൻ അറിയാം, എനിക്ക് സ്നാപ്ചാറ്റ് അറിയാം, എനിക്ക് ടിക്ടോക്ക് അറിയാം. ആൻഡ് ട്രസ്റ്റ് മീ, നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലേ, ഡിജിറ്റൽ ബൈറ്റ്സ് ബൈ ലത്തീഫ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട്. താങ്ക്ഫുള്ളി ആ കമ്മ്യൂണിറ്റി വന്നപ്പോഴാണ് നമുക്കൊക്കെ ഒരു കോൺഫിഡൻസ് കിട്ടിയത് അല്ലേ. നമുക്ക് അതിന്റെ മുന്നേ കോൺഫിഡൻസ് ഇല്ല എന്നല്ല പറഞ്ഞ്, നമുക്ക് കോൺഫിഡൻസ് കിട്ടി എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മള് പറയുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, അവിടെയാണ് നമുക്ക് കോൺഫിഡൻസ് കിട്ടിയത്. നമ്മൾ പറയുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, ദാറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ബേസിക്സ് ഓഫ് ബിസിനസ്. ആക്ച്വലി യു ആർ എ ബിസിനസ് മാൻ. Actually you are a businessman or an entrepreneur or a salesman, okay, who understands the nuances of business, plus you know how to use that data in your platforms. ഈ ആൾക്കാർക്ക് ഇനി രക്ഷ ഉണ്ട്, മനസ്സിലായോ? ഈ ആൾക്കാർക്ക് ഇനി രക്ഷയുള്ളൂ. ഇപ്പൊ അപ്പൊ നമ്മൾ എഐനെ കുറിച്ച് പറയാണ്. എഐനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഇപ്പൊ എഐ നിങ്ങളെ തല പോവും. എഐ 2025 നിങ്ങളെ എല്ലാ ജോലിയും തെറിപ്പിക്കാൻ, ആരെ ജോലിയും തെറിപ്പിക്കാൻ പോണില്ല. If you are a technical product user, okay, who does robotic process automation, എന്താ വെച്ചാ ചെയ്ത തന്നെ ചെയ്യുക, in that scenario you are going to be replaced. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ, ഇപ്പൊ നേരത്തെ നമ്മൾ ക്രിയേറ്റീവിനെ കുറിച്ചിട്ടാണ് ചർച്ച നടത്തിയത് അല്ലേ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അവിടെ ചെയ്ത കാര്യം എന്തായിരുന്നു? ക്രിയേറ്റീവില് നമ്മൾ ആ ക്രിയേറ്റീവിന് മാറ്റിയിട്ട് ഇപ്പോൾ ഈ ഡയറക്റ്റ് മെസ്സേജിങ് മാറ്റിയിട്ട് എന്ത് ചെയ്തു, അവരെ ലെഗസി കാണിക്കുന്ന രീതിയിൽ ഉള്ള വീഡിയോസുകൾ കണ്ടു. അതായത് അവർ എത്ര കുട്ടികളെ പഠിപ്പിച്ചിറങ്ങിയത്, പിന്നെ ഡാറ്റാസ്. അപ്പൊ അതിന് നല്ല രീതിയിൽ എൻഗേജ് ചെയ്യണം. അതായത് 3-1 വരെ അതിന്റെ പോസ്റ്റ് കുറഞ്ഞിട്ട് ഇപ്പൊ ഫസ്റ്റ് ഉണ്ടായിരുന്ന 150 ദിർഹംസിലേക്ക് ഉണ്ടായിരുന്നു. അത് നമ്മൾ നേരെ ലീഡ് കോസ്റ്റ് വന്നു. പിന്നെ അത് നമ്മൾ നേരെ സിമ്പിൾ ഐറ്ററേഷനിൽ അതിനെ 3-1 നിങ്ങൾക്ക് ചുരുക്കാൻ സാധിക്കും. ഒരു 32 ആ റേഞ്ചിൽ വന്നു. ഓക്കെ, 3-1 അല്ലാതെ വന്നു, അതിന്റെ അതായി വന്നു. ഓക്കെ, അത്രയും വ്യത്യാസം ആ ഒരു അല്ല 3-1 4-1 താഴെ വന്നല്ലേ. ഓക്കെ, മീൻസ് 10 to 15%, 85% നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റി. അപ്പൊ നിങ്ങൾ അവിടുത്തെ ROI അത്രയും വർദ്ധിപ്പിച്ചു. അതിന്റെ ഒരു റീസൺ പറഞ്ഞാൽ മെസ്സേജിങ് ആണ് അതിന്റെ മെയിൻ പ്രശ്നം പറഞ്ഞാൽ. ഇത് ഭയങ്കര പോയിന്റ് ഞങ്ങൾ പറഞ്ഞു കേട്ടോ. ഇന്നലെ എന്നെ ഈ കമ്മ്യൂണിറ്റിയിൽ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ കമ്പനിക്ക് ഒരു ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പോകുന്നത് ഇസ് ഫോർ എ റബ്ബർ പ്രൊഡക്റ്റിന്റെ എന്തോ ഒരു കമ്പനി. സർ, ഐ ഡോണ്ട് നോ ഹൗ ടു അപ്രോച്ച് ഇറ്റ്. എനിക്ക് ആ സാധനത്തിന് എങ്ങനെ അപ്രോച്ച് ചെയ്യാന്ന് മനസ്സിലുണ്ട്. സി, what all platforms can be used, in what format it can be used, what all channels can be used properly for brand communication, what channels can be used for paid communication. ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പോ ഇയാൾ ശരിക്കും എന്താ അല്ല അവിടെ ചോദിച്ച വ്യക്തിനെ നമ്മളെന്താ റെസ്പെക്ട്ഫുള്ളി, നമ്മള് ഒരാളെ വിമർശിക്കാനല്ലേ ഈ പറഞ്ഞത്. റെസ്പെക്ട്ഫുള്ളി ആളെന്താ, ഈസ് ജസ്റ്റ് എ ടെക്നിക്കൽ പ്രൊഡക്റ്റ് യൂസർ. അയാളുടെ ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇവിടെ ഒരു ഉദാഹരണം തോന്നി, ഇപ്പൊ ഈ ഡക്കാത്തിലോന് നമ്മളൊരു വീഡിയോ കണ്ടു അല്ലേ. ഓക്കെ, അവര് അത്ലറ്റിക്സ് വെരി വെൽ. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ സെയിൽസ് പേഴ്സൺ അല്ല, ആ പ്രോഡക്റ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യും. ഇത് ഞാൻ ഇതുപോലെ എനിക്ക് ദുബൈയിൽ ഞാൻ ഉള്ള സമയത്ത് എനിക്കൊരു നല്ല അനുഭവം ഉണ്ട്. ഞാൻ ഗുറൈർ സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഞാൻ അവിടെ പോയിട്ട് ഒരു സ്യൂട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. കട എനിക്ക് ഓർമ്മയില്ല. ഒരു ഇന്ത്യൻ ലേഡി, ഷീസ് ഫ്രം നോർത്ത് ഇന്ത്യ. ഇവരെന്നെ കണ്ടേക്കഞ്ഞ് വാട്ട്സ് യുവർ റിക്വയർമെന്റ് എന്ന് വെച്ചെന്നോട്. അപ്പോൾ ഇത് മേടിക്കണം എന്നല്ല പറഞ്ഞു, വാട്ട്സ് യുവർ റിക്വയർമെന്റ്.
ഞാൻ പറഞ്ഞു എനിക്കൊരു സ്യൂട്ട് വേണം. വാട്ട് ഈസ് ഇറ്റ് ഫോർ? ഈസ് ഇറ്റ് ഫോർ ലൈക്ക് എനി ഒഫീഷ്യൽ മീറ്റിംഗ്? യു ആർ എൻ എംപ്ലോയി? നിങ്ങളൊരു ബിസിനസ് മാൻ ആണോ? ഇവർ കുറേ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളെ കളർ ടോൺ ഒന്ന് നോക്കണം എന്ന്. നിങ്ങളെ ശരീരത്തിന്റെ കളർ ടോൺ പ്ലസ് നിങ്ങളെ ഇത് മാച്ച്. ഇപ്പം അത് AI വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ആപ്ലിക്കേഷൻസ് അതിന് വന്നിട്ടുണ്ട്. ഇവർ അവസാനം എന്നോട് പറഞ്ഞൊരു പോയിന്റ് എന്താ വെച്ചാൽ, എന്നോട് പറഞ്ഞ് മിസ്റ്റർ, നോ പ്രൊഡക്റ്റ് ഇൻ ദിസ് കാറ്റഗറി ഈസ് ഗോയിങ് ടു ഫിറ്റ് യു. ഓക്കെ, ഐ വിൽ ഗിവ് യു അനദർ ഷോപ്സ് നെയിം ഹൂ ഈസ് അവർ കോമ്പറ്റീറ്റർ ആൻഡ് ഐ നോ ദ പ്രൊഡക്റ്റ് വിച്ച് ഈസ് ഗോയിങ് ടു ഫിറ്റ് യു, യു ഗോ ദർ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ ആൾക്കാരും ഒരു പ്രൊഡക്റ്റ് മാനേജർ ആണ് ആവേണ്ടത്. നമ്മളൊരു സെയിൽസ്മാൻ അല്ല ആവേണ്ടതല്ലേ. സെയിൽസ്മാന്റെ ഒബ്ജക്റ്റീവ് എന്താ വെച്ചാൽ വെറും നമ്പേഴ്സ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്റെ ടാർഗറ്റ് 150 പീസ് 175 പീസ് ആയി കഴിഞ്ഞാൽ 200 പീസ് വിറ്റൊക്കെ കമ്മീഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ എന്താ, ഹി ക്യാൻ ഗെറ്റ് ഇറ്റ് ഫോർ 1 or 2 months. ഹി ഡോണ്ട് ബിൽഡ്. ശരിക്കും ബിസിനസ്സിൽ എന്താ നമ്മൾ കാണേണ്ടത്, വി ബിൽഡ് റിലേഷൻഷിപ്സ്. അതേ കേസ് തന്നെയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൽ വരുന്ന സമയത്ത് ഈ പ്ലാറ്റ്ഫോമിനെ പറ്റി അറിയാം, പക്ഷെ ഈ ബിസിനസ് എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ആണ്. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട വാചകമാണ് ഹുക്ക്. വാട്ട് ഈസ് എ ഹുക്ക്? ശരിക്കും പറഞ്ഞ ഹുക്ക് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ടു ദ പ്രൊഡക്റ്റ്, where that attention can span for little more time, whereby we can send him another message and you bring him to the table. അല്ലേ? ഇത് തന്നെ എത്ര ആൾക്കാർക്ക് അറിയാം? അത് ആയി തന്നെ. ഇപ്പോ ഹുക്ക് എന്ന് പറയുമ്പോ ചിലവരെന്ത് ചെയ്യും, ഉള്ള ക്രിയേറ്റിവിറ്റി ഒക്കെ കൂടി കുത്തി നിറച്ചുകൊണ്ട് ഹുക്ക് അവിടെ സംഭവിക്കണം എന്താ വെച്ചാൽ റോങ് മെസ്സേജിങ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അവിടെ ആ പോയിന്റിനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു, റോങ് മെസ്സേജ് എന്ന്. ആ മെസ്സേജിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടൻസ്. ഈ ഹുക്ക് ആണെങ്കിൽ പോലും ഇപ്പൊ ചില പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ അത് നേരെ അത് സെയിലായി മാറൂല. അതിന്റെ ദിവസം അവിടെ റോങ് മെസ്സേജ് ആണ്, പക്ഷെ ആ ക്രിയേറ്റീവ് എന്തായിരിക്കും, നല്ലതായിരിക്കും. അപ്പൊ ഈ ഹുക്ക് ഉണ്ടാക്കുമ്പോ അതിനോട് കണക്റ്റഡ് ആയിരിക്കണം, ആ മെസ്സേജിങ് കറക്റ്റ് ആണോ. വെരി ഗുഡ്. അതാണ്. പിന്നെ SEOയില് നിങ്ങൾ ഫേസ് ചെയ്ത്, നിങ്ങൾ SEO കുറെ കാലം SEO ചെയ്തിരുന്നു. ആൻഡ് റൈറ്റ് നൗ ഓൾസോ യു ആർ ഡൂയിങ് SEO. ഒരു ക്ലയന്റ് നിങ്ങളെ വന്ന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും നമ്മുടെ നാട്ടിൽ 2 ടൈപ്പ് SEO ഉണ്ടല്ലേ. ഒന്ന് തരികിട SEO, ഒന്ന് നേരായ SEO അല്ലേ. വി ക്യാൻ സേ ദാറ്റ് വൺ ഇസ് എത്തിക്കൽ SEO ആൻഡ് വൺ ഇസ് നോൺ എത്തിക്കൽ SEO. ക്ലയൻസ് നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ടോ അൺഎത്തിക്കൽ ചെയ്യാൻ? അപ്പോൾ ക്ലയൻസ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലയൻസിന് ഇപ്പൊ എങ്ങനെയാണ് SEO വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ട്രാഫിക് ഇങ്ങനെയാണ് വരാൻ ചാൻസ് ഉള്ളത്, അത് ശരിക്കും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് എനിക്ക് ഈ സെറ്റ് ഓഫ് കീവേഡ്സിന് മുകളിൽ റാങ്ക് ചെയ്താൽ മതി. വെരി ഗുഡ്. അവർക്ക് ഞാൻ ആ ചോദ്യം ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാല് അതൊരു വല്ലാത്ത തെറ്റിദ്ധാരണയാണ് അല്ലേ. ശരിക്കും പറഞ്ഞാല് ഹൗ ക്യാൻ എ ബിസിനസ്മാൻ ഡിസൈഡ് ദാറ്റ്? അതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങക്ക് ഇതിലൂടെ ബിസിനസ് അല്ല ആവശ്യം, അതായത് ഈ കീവേഡിന്റെ മുകളിൽ ഞാൻ റാങ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഈഗോ സാറ്റിസ്ഫാക്ഷൻ അത് വേണമെങ്കിൽ പറയാം. കസ്റ്റമർ വരുമ്പോ അവരെ കാണിച്ചു കൊടുക്കാം. അല്ല, അതന്നെ പറഞ്ഞ ഈഗോ സാറ്റിസ്ഫാക്ഷൻ. ഞാൻ ഇതിലൊക്കെ റാങ്ക്ഡ് ആണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഓർഗാനിക് നമുക്ക് എത്ര കാലം പെയ്ഡ് ആഡ് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. Airbnb എന്ന് പറയുന്ന കമ്പനി പെർഫോമൻസ് മാർക്കറ്റിംഗ് സിസ്റ്റം നിർത്തലാക്കി. ഓക്കെ, അപ്പൊ എല്ലാവരും പിന്നെ പറഞ്ഞു കൊടുന്ന് പെർഫോമൻസ് മാർക്കറ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, SEOയുടെ തന്നെ ട്രാഫിക് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു പോയിന്റ് എന്താണെന്നറിയോ? കോർപ്പറേറ്റ് മോഡലുകൾ ഒരിക്കലും നമുക്ക് SMBയിൽ കോപ്പി ചെയ്യാൻ പറ്റില്ല. അത് വലിയൊരു പോയിന്റ് ആണ്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ്, അമേരിക്കയിലെ SMBയിൽ വർക്ക്ഔട്ട് ചെയ്തൊരു പോയിന്റ് നമുക്ക് ഇന്ത്യൻ SMBയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ പ്രോസസ്സുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ, അവിടെ ഓൾറെഡി ഡെവലപ്ഡ് ആണ്. അവിടുത്തെ കസ്റ്റമർ പെർസോണ, ഓഡിയൻസ്, ടാർഗറ്റ് ഗ്രൂപ്പ് ഒക്കെ വേറെയാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം വേറെ. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ ചോദിക്കുക, ഇന്ത്യയിൽ 70% ഐഫോൺ യൂസേഴ്സും ലോണുമല്ല അത് എടുത്തിക്കണത്. നമ്മളൊരു ടാർഗറ്റിങ്ങിൽ ഐഫോൺ യൂസേഴ്സിന് മാത്രം ഒരു ക്യാമ്പയിൻ വിടുകയാണ്. ഒരു പ്രൊഡക്റ്റിന്റെ AOV, ആവറേജ് ഓർഡർ വാല്യൂ, ഒരു 5000 പുറത്താണെങ്കിൽ എത്ര കൺവേർഷൻ കിട്ടും അല്ലേ? അത് ഫാക്ട് അല്ലേ? കാരണം എന്താ വെച്ചാൽ ഐഫോൺ മേടിക്കുന്ന 70% ആൾക്കാരിലോ നമ്മളെന്താ വിചാരിക്കുക, 1.5 ലക്ഷം 1.25 ലക്ഷം 85,000 90,000 റുപ്യ വിലയുള്ള ഐഫോൺ എന്ന് പറഞ്ഞാൽ അത് മേടിക്കാൻ പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള. കാരണം ഞാൻ നമ്മുടെ എഡിൽവൈസിന്റെ MD ഇല്ലേ, അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും ഈ പർച്ചേസ് കപ്പാസിറ്റി അനുസരിച്ച് ഓന്റെ സാമ്പത്തികം അളക്കരുത്.
കാരണം അവർ എത്ര 1,20,000 കോടി അസറ്റ് അണ്ടർ എഡിൽവൈസിന്റെ ക്യാപിറ്റലിന്റെ MD ആണെന്ന് തോന്നുന്നു, നമ്മുടെ ഷാർക്ക് ടാങ്കിലെ ജഡ്ജ്. അവർ പറഞ്ഞൊരു പോയിന്റാണ്, ഇത് ഒരിക്കലും കൃത്യമായി നടക്കില്ല. പിന്നെ അതുപോലെ ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നൊരു സംഭവം പറയുമ്പോൾ തന്നെ കൃത്യമായ ഒരു ROI പ്ലാൻ ഇല്ലാതെ നമുക്ക് എങ്ങനെ പെർഫോമൻസ് ചെയ്യാൻ പറ്റും? ഇപ്പൊ ആദിൽ ഖാദ്രി എന്ന് പറയുന്ന ഒരു അത്തർ കമ്പനി, അദ്ദേഹത്തിനോട് നമ്മുടെ ബോട്ടിന്റെ ഓണർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, കിത്തനെ ടൈം തക് ടക്ക ടക്ക എന്ന് പറഞ്ഞാൽ പലിശ വട്ടിപ്പലിശ നീ എടുക്കും, നീ വട്ടിപ്പലിശ എടുക്കുന്നതിൽ നിന്ന് നീ കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്, ഇതിലേക്ക് നിന്റെ പെർസെന്റേജ് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് യു പേ ടു കസ്റ്റമർ ഇസ് ടു ദ ലീസർ ഇസ് ഇൻക്രീസിങ്. സോ ഹൗ ക്യാൻ നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ പെർഫോമൻസ് ചെയ്ത എത്ര കാലം നമുക്ക് ബ്രാൻഡ് വാല്യൂ കൊണ്ടുവരാൻ പറ്റും അല്ലേ? അപ്പോ ഞാൻ കാണുന്ന ഒരു പോയിന്റ് എന്താ വെച്ചാൽ, എന്റെ കാഴ്ചപ്പാടാണ് കേട്ടോ, ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം കൃത്യമായി ബിസിനസ് പ്ലാൻ ഇല്ലാതെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. കാരണം ആ ഡാറ്റ പോയിന്റ് ആണ് ശരിക്കും അടുത്തൊരു ക്യാമ്പയിൻസിനും ബാക്കിലും ഉപകാരപ്പെടുന്നത്. അപ്പോ ഈ ബിസിനസ് പ്ലാൻ ഇല്ലാതാവുമ്പോൾ ഈ ഡാറ്റ വേസ്റ്റ് ആണ്. വെരി ഗുഡ്. ആ ഫസ്റ്റ് ചെയ്ത അത്രയും ക്യാമ്പയിൻസ് എന്താണ് അട്ടർ വേസ്റ്റ് ആണ്. കാരണം ആ ഡാറ്റ അടുത്തൊരു ലെവലിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ റീറ്റെയിൻ കസ്റ്റമർ ആക്കി മാറ്റാൻ പറ്റണില്ല ആ പെർഫോമൻസ് ചെയ്തൊക്കെ വേസ്റ്റ്. ഒന്നും കാര്യമില്ല. പിന്നെ നിങ്ങളെ ക്ലയന്റുകൾക്ക് ഫസ്റ്റ് പാർട്ടി ഡാറ്റ സ്റ്റോർ ചെയ്യാറുണ്ടോ കമ്പനികൾ? ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു ക്ലയന്റ് ബേസ്, ഇപ്പൊ കോമൺലി വരുന്ന ക്ലയന്റ് ബേസിന് ഈ പറഞ്ഞ പോലെ ഡാറ്റനെക്കാട്ടിയും കൂടുതൽ സെയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഭയങ്കര പോയിന്റ് ആണ്. ആ പോയിന്റ് ഭയങ്കരമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജി സെറ്റ് ചെയ്യുക, ടാക്ടിക്സ് ബിൽഡ് ചെയ്യുക, ലോങ് ടേം വിഷൻ ഒന്നുമില്ല. അവരതിന് പകരം കാണുന്ന പോയിന്റ് എന്താ വെച്ചാല്, ശുദ്ധമായി പറഞ്ഞ ഇക്ക് സെയിൽ കിട്ടണം ഫ്രം ഡേ 1 അല്ലേ? ഇന്നലെ ഞാൻ വായിച്ചൊരു വാക്കാണ് ബ്രാൻഡ് പെർഫോമൻസ്. അപ്പൊ ഞാൻ ഒരു എക്സൈറ്റ്മെന്റ് തോന്നി, ഇത് എന്താ സംഭവം? അപ്പൊ വായിച്ചു നോക്കുമ്പോൾ എന്താ, എനി കസ്റ്റമർ ഹു കംസ് ടു യു ആൻഡ് കൺസൾട്ട് വിത്ത് യു വിൽ ഇൻസിസ്റ്റ് ഓൺ ഗെറ്റിംഗ് സെയിൽസ് ഫ്രം ഫസ്റ്റ് ഡേ, ബട്ട് ആക്ച്വലി ആർ യു ഗോയിങ് ടു ഡെലിവർ ദം? നിങ്ങൾ പൊട്ടയായ വാഗ്ദാനങ്ങൾ, യു ഗിവ് ദം ഡിസ്കൗണ്ടഡ് റേറ്റ്സ് അല്ലേ? നമുക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ്, നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് 150 രൂപക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടി എന്ന് വിചാരിക്കുക. നിങ്ങൾ ആ പ്രൊഡക്റ്റിന് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന എത്ര രൂപക്കായിരിക്കും? ഒരു കണക്ക് പറഞ്ഞു, ഞാൻ പറയാം, ഒരു 600-700 രൂപക്കാണ് നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് വിചാരിച്ചു. നിങ്ങൾക്ക് കിട്ടുന്നത് 150 രൂപക്ക്, നിങ്ങളൊരു 600 രൂപക്ക് ആ പ്രൊഡക്റ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുക. സോ ഈ ഡിഫറൻസ് അപ്പൊ നിങ്ങൾ എന്താ കാണുക, 700 റുപ്യക്ക് ഞാൻ പ്രൊഡക്റ്റ് കൊടുക്കുക, 150 റുപ്യക്ക് കിട്ടിക്ക 550 റുപ്യയുടെ മെച്ചുണ്ട് എന്നാണ് നമ്മള് സാധാരണക്കാരെന്താ ചിന്തിക്കുക. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഇ കൊമേഴ്സിലേക്ക് ഈ സാധനത്തിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ഇ കൊമേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ കുറെ പോളിസി ഉണ്ട്. സെറ്റപ്പ് ചാർജ്, ഏജൻസി ഫീസ്, നമുക്ക് ഒരുപാട് റിട്ടേൺ ഓർഡർ വരും, RTO അല്ലേ? അതുപോലെ നമ്മൾ കുറെ ഫേക്ക് ഓർഡേഴ്സ് വരും അല്ലേ? പിന്നെ ഇതിൽ ഡാമേജ് ഉണ്ടാവും, നമ്മൾ സർവീസ് ചാർജ് കൊടുക്കണം, കൊറിയർ ചാർജ് കൊടുക്കണം, പ്ലാറ്റ്ഫോം ഫീസ് കൊടുക്കണം. ഇതൊക്കെ ഒരു സൈഡാണ് ഇതൊക്കെ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പെർഫോമൻസ് ഡ്രാമക്ക് വേണ്ടി പൈസ ചെലവാക്കണം. അപ്പൊ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് മെട്രിക് നമ്മൾ കാണേണ്ടത് എന്തായിരിക്കും? ROAS ആയിരിക്കും, റിട്ടേൺ ഓൺ അഡ്വർടൈസ്മെന്റ് സ്പെൻഡ്. ഓക്കെ, ഈ റിട്ടേൺ ഓൺ അഡ്വർടൈസ്മെന്റ് സ്പെൻഡ് നമുക്ക് ഒരു 1.6 to 2.3 നമ്മൾ തുടക്കത്തിൽ പിടിച്ചു നിർത്താൻ പറ്റിയാൽ മാത്രമേ, കാരണം ഇവിടെ വേറൊരു ചലഞ്ച് ഉണ്ട്, നമ്മൾ സ്കെയിലപ്പ് ചെയ്യുന്നിടത്തോളം ROAS കുറയും അല്ലേ? എന്തായിരിക്കും അതിന്റെ കാരണം? എന്താ വെച്ചാൽ നമ്മൾ ബ്രോഡ് ഓഡിയൻസിന് കൊടുക്കുന്നു, റിഫൈൻഡ് ഓഡിയൻസ് നമുക്ക് കിട്ടുന്നു, റിഫൈൻഡ് ഓഡിയൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും പുഷ് ചെയ്യാൻ നോക്കുന്നു, അവിടെ കൺവേർഷൻ കുറയും അല്ലേ? അപ്പൊ നമ്മൾ വീണ്ടും ബ്രോഡ് ഓഡിയൻസിലേക്ക് വിടും. കറക്റ്റ് അല്ലേ? ഇതിനൊക്കെ ഒരു കറക്റ്റ് സെറ്റ് ഇല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഭവം സോക്കോൾഡ് ആൾക്കാർക്ക്, പിന്നെ ചിലവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത്ര ROAS കിട്ടി, പിന്നെ ചിലവർ പറഞ്ഞ വാക്കാണ് വി ഗോട്ട് എ ROAS of 10, വി ഗോട്ട് എ ROAS of 15, 14, 142, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ കൃത്യമായി പറഞ്ഞ വാട്ട് ഈസ് ദ ഫാക്ച്വൽ ROAS, വാട്ട് ഈസ് ദ ആക്ച്വൽ ROAS, ഇതാരും കാൽക്കുലേറ്റ് ചെയ്യില്ല. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്, ഇവൻ ROI എത്രയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് ഇവനക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയാണ്, ഇവൻ ഇതിൽ വർക്ക്ഔട്ട് ചെയ്യാണ്. ഇങ്ങനെ ഇവനക്കൊരു പ്രൊഡക്റ്റിനെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുകയാണെന്ന് വിചാരിക്കുക അല്ലേ? ഇതാണ് ശരിക്കും പറഞ്ഞ ഗ്രോത്തിൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞ പോയിന്റ് കിട്ടിയ ഗ്രോത്ത് ആവുമ്പോ അവിടെ എന്താണ്, ഇത് മാത്രമല്ല, ഇവന്റെ ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇവന്റെ ഓഫ് സൈറ്റ് അഡ്വർടൈസ്മെന്റ്, ഇവന്റെ മാർക്കറ്റ് റിസർച്ച്, ഇവൻ എങ്ങനെയാണ് ഈ സാധനത്തെ സ്കെച്ച് ചെയ്യേണ്ടത്, ഏത് ക്രിയേറ്റീവ് വർക്ക് ചെയ്യും, എന്ത് ഓഫർ കൊടുക്കണം, ഏതൊക്കെ കോമ്പറ്റീറ്റർ അവിടെ കയറിയിട്ട് കളിക്കുന്നുണ്ട്, ഇവിടെ നമ്മളെങ്ങനെ പൊസിഷൻ ചെയ്യണം,
ശുദ്ധമായി പറഞ്ഞാൽ ഗൂഗിൾ റിവ്യൂസിൽ വരുന്ന നെഗറ്റീവ് റിവ്യൂസിന് വരെ നമ്മൾ എങ്ങനെ മറുപടി കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് പറഞ്ഞത് കിട്ടിയ ശരിക്കും പറഞ്ഞ ഗ്രോത്ത് മാർക്കറ്റർ ഈസ് an essential commodity of a company to succeed, to scale. ഞാൻ പറഞ്ഞ ഏതൊരു ബിസിനസ്സും എപ്പോഴാണ് വിജയിക്കുക? സ്കെയിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോമൺലി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇപ്പം ഈ ബ്രാൻഡിങ് ഏത് സ്റ്റേജിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബ്രാൻഡ് മാർക്കറ്റിംഗ് എന്താണ്? അപ്പോൾ കസ്റ്റമർ പറയും ഞങ്ങൾക്ക് ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു പറഞ്ഞതാണ് ഞങ്ങൾക്ക് ബ്രാൻഡിങ് ആണ് വേണ്ടത്. ഫസ്റ്റ് പറയുമ്പോ നമ്മളോട് പറയും ഞങ്ങൾക്ക് ബ്രാൻഡ് വേണം. പിന്നെ ചർച്ചയുടെ കുറച്ചുകൊണ്ട് എത്തിക്കഴിഞ്ഞാൽ ഇവർ നേരെ പ്ലേറ്റ് ഫ്ലിപ്പ് ചെയ്യും. അത് അവരുടെ കുറ്റല്ല. സത്യത്തിൽ പറഞ്ഞാല് നമ്മുടെ നാട്ടിലുള്ള ഒരു കഷ്ടകാലം എന്ന് പറഞ്ഞത് എന്താ വെച്ചാ, കുറെ സോ കോൾഡ് ആൾക്കാര് ഈ ഒരു സിസ്റ്റത്തിനെ ഒരു മോശമായ രീതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അല്ലേ? മോശമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇസ് നത്തിങ്. ഇറ്റ്സ് എ ചീപ്പ് പ്രോസസ്. ഞാൻ പഠിപ്പിക്കാൻ പോയെടുത്തും ഞാൻ കൺസൾട്ട് ചെയ്യാൻ പോയെടുത്തും കേട്ട ഏറ്റവും വലിയ കാര്യം, വൈ ഷുഡ് ഐ പേ യു ദിസ് മച്ച് മണി? ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കും ആം ഐ നോട്ട് വർത്ത് ഫോർ ദാറ്റ് മണി? അപ്പൊ അവർ പറയും ഇല്ലല്ല, ബിക്കോസ് വി ക്യാൻ ഡു ഇറ്റ് ഫോർ 5,000 rupees. അല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ബ്രാൻഡ് മാർക്കറ്റിംഗ് എന്താന്നുള്ളതാണ് നിങ്ങളെ ചോദ്യം. ബ്രാൻഡ് മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു ഫോൺ മേടിക്കണം എന്ന് മനസ്സിലൊരു ആഗ്രഹം വരികയാണ്. ഓട്ടോമാറ്റിക്കലി ഫോണിനെക്കാട്ടിയും കൂടുതൽ ആ പേരാ വരിക. എനിക്കൊരു ഐഫോൺ മേടിക്കണം, എനിക്കൊരു സാംസങ് S24 മേടിക്കണം, എനിക്കൊരു ഓപ്പോ മേടിക്കണം, എനിക്കൊരു OnePlus മേടിക്കണം, എനിക്കൊരു മോട്ടറോള മേടിക്കണം, എനിക്കൊരു പിക്സൽ മേടിക്കണം. ഇങ്ങനത്തെ പേരുകളാണ് വരിക. കാർ മേടിക്കാൻ പോകുമ്പോൾ അങ്ങനെ തന്നെയല്ല, എനിക്കൊരു മാരുതി സുസുക്കി ഇന്ന മോഡൽ, എനിക്ക് ടൊയോട്ടയിൽ ഇന്ന മോഡൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ എന്താ ബ്രാൻഡ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വി റീകോൾ ദാറ്റ് നെയിം ഇൻ റിലേഷൻ ടു ദ പ്രൊഡക്റ്റ്. അല്ലേ? നമ്മളിപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ മേടിക്കണം പറഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ട്രാക്കിൻ്റെ മേടിക്കണം. ഫാസ്റ്റ് ട്രാക്കിൽ എന്തൊരു കമ്പനി ഉണ്ടല്ലോ, ടാറ്റയുടെ തന്നെ ഫാസ്റ്റ് ട്രാക്ക് അല്ല, അതിന് വേറെന്തൊരു പേരുണ്ട്, സോറി, ആ ഫാസ്റ്റ് ട്രാക്കിലല്ല, ഒരു വാട്ടർ ബോട്ടിൽ മേടിക്കണം എന്നതിൻ്റെ ഒരു കമ്പനിയുടെ പേര്. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ആ കാറ്റഗറിനെക്കാട്ടിയും കൂടുതൽ ആ പേരിനെ റീകോൾ ചെയ്യാം. ഇതാണ് ശരിക്കും ബ്രാൻഡ് മാർക്കറ്റിംഗ്. ഇതൊരു ഒരു ബിസിനസ് തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് എപ്പോഴാണ് ഈ ഒരു ബ്രാൻഡിങ്ങിനെ കുറിച്ചിട്ട്? അതൊരു നല്ല ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. അതിന്റെ എനിക്ക് തരാനുള്ള ഒരു കൃത്യമായ ഉത്തരം എന്താണെന്നറിയോ? ഒരു ചെറുകിട ബിസിനസ്സുകാരൻ ഇ-കൊമേഴ്സ് വഴിയാണ് സെല്ല് ചെയ്യണമെന്ന് വിചാരിക്കുക. അവിടെ അതിന് വേറൊരു ട്രിക്കാണ് നമ്മൾ ഉപയോഗിക്കുക. കുറച്ച് ഓർഗാനിക് കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എക്സാമ്പിൾ പറഞ്ഞ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, UGC കണ്ടന്റ്സ്, ഇങ്ങനത്തെ കണ്ടന്റുകൾ നമ്മൾ പുഷ് ചെയ്യും. ഈ കണ്ടന്റ് വഴി അവരുടെ ട്രസ്റ്റ് ഇല്ലേ, ഇൻഫ്ലുവൻസർക്ക് ട്രസ്റ്റ് ഉണ്ടാവില്ല, ആ ട്രസ്റ്റ് ഈ പ്രൊഡക്റ്റിലേക്ക് കണക്ട് ആവും. അപ്പൊ അതിനെ റീകോൾ ചെയ്യും. അപ്പൊ റീകോൾ ചെയ്യും എങ്ങനെ? ആ ഇൻഫ്ലുവൻസർ ഉപയോഗിച്ച പ്രൊഡക്റ്റ് ഇല്ലേ എന്ന രീതിയിലാണ് വരിക. ആദ്യം അതാ വരിക. അത് വന്നതിന് ശേഷം രണ്ടാമത് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് റീകോൾ ആവും. ഈ പ്രോഡക്റ്റിന്റെ എക്സ്പീരിയൻസ് അത് അങ്ങനെ വരിക. അങ്ങനെ അത് നമുക്ക് ഇ-കൊമേഴ്സിൽ നടക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം വളരെ കൃത്യമാണ്. അതിന് ഐഡന്റിറ്റി വേണം, ലോഗോ വേണം, അതിന് മെറ്റീരിയൽസ് വേണം, അല്ലേ? പിന്നെ പൊസിഷനിങ് വേണം, കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി വേണം, ഓഫ്ലൈനിൽ നമ്മൾ അതിനെ ഷൂട്ട് ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ മെട്രോയിൽ, കൊച്ചിയിൽ നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടില്ല, മെട്രോ പില്ലേഴ്സിലൊക്കെ കാണാം, റോഡുകൾ, എയർപോർട്ട്, അങ്ങനത്തെ ലൊക്കേഷനിൽ. അതെന്തിനാ വെച്ചത്? അത് ട്രഡീഷണൽ മൈൻഡ് സെറ്റാണ്. നമുക്ക് റീകോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്, ഹ്യൂജ് ടൈം ഗ്യാപ്പും വേണം. പക്ഷെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടാ, ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. അല്ലേ? കാരണം ഇത് എപ്പോഴും നമ്മൾ കാണുന്നു. സോ എ കസ്റ്റമർ സീസ് ദിസ് പ്രൊഡക്റ്റ് 1 year ബാക്ക് ക്യാൻ പർച്ചേസ് അവർ പ്രൊഡക്റ്റ് 1 year ആഫ്റ്റർ. അല്ലേ? ബ്രാൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ രൂപത്തിൽ പറയുകയാണെങ്കിൽ അതാണ് അതിന്റെ. അതൊരു അത്ര ബഡ്ജറ്റ് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടോ? അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇ-കൊമേഴ്സ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയിലൂടെ ബിൽഡ് ചെയ്യുന്ന ട്രസ്റ്റ് ഒക്കെ ബ്രാൻഡാണ്. അങ്ങനെ നമുക്ക് എടുത്തൂടെ? ഇ-കൊമേഴ്സ് കമ്പനി ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പ്രോസസ്സിലൂടെ, അഡ്വർടൈസ്മെന്റിലൂടെ, ഓർഗാനിക് എൻഗേജ്മെന്റിലൂടെ, ഇൻഫ്ലുവൻസർ ക്യാമ്പയിനിലൂടെ കൊണ്ടുവരുന്ന ആ സംവിധാനമില്ലേ? അപ്പോൾ മാക്സിമം ആഡ് അല്ലെങ്കിൽ റീകോളിംഗ് ആണ് മെയിൻ ആയിട്ട് ബ്രാൻഡിങ്ങിൽ വരുന്നത്. അതാണല്ലോ നിങ്ങൾ ഫേസ്ബുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ബ്രാൻഡ് റീകോൾ അല്ലേ? ബ്രാൻഡ് റീകോൾ കൊടുക്കുന്ന അവയർനെസ് ക്യാമ്പയിൻ അല്ലേ? അതെന്തിനാ? നിങ്ങളെ സാധനം എത്ര കണ്ട് പരിചയപ്പെട്ടു എന്നുള്ളതല്ലേ?
ബ്രാൻഡ് ലിഫ്റ്റ് സർവേസ് എന്തിനാ കമ്പനീസ് അല്ല നടത്തുന്നത്? ഒരു ബ്രാൻഡിൽ നിന്നാണ് ഒരു കൺസെപ്റ്റ്, ഒരു എന്താ പറയാ കൂടുതൽ പൈസ ചെലവാക്കി തുടങ്ങേണ്ട ഒരു സംഭവമായിട്ടാണ് പലരും കാണുന്നത്. അതാ സാറേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് രണ്ട് രീതിയിൽ നമുക്കത് ചെയ്യാം. ശരിക്കും പറഞ്ഞ ബ്രാൻഡ് എക്സസൈസ് വലിയ എക്സസൈസ് തന്നെ. പക്ഷെ നമ്മളിപ്പോ ഒരു SMBയുടെ കാറ്റഗറിയിലാണ് ഇപ്പൊ ഇന്ന് നമ്മുടെ ചർച്ച പോണതല്ലേ. ആ ചർച്ചയിൽ വെച്ചാൽ അത് വേണ്ട, അതിന് നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ SMBകളിലെ നമുക്കിപ്പോ ഇത് വൈൻഡ് അപ്പ് ചെയ്യണതിന്റെ മുന്നേ പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്താണെന്നറിയോ? SMBകളിലെ ഏറ്റവും വലിയ പെയിൻ പോയിന്റ് എങ്ങനെ സെയിൽസ് ജനറേറ്റ് ചെയ്യാന്ന് മാത്രം. കാരണം അവരെ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞത് ഒരു ബിസിനസ് കൺസൾട്ടന്റിന്റെ വാക്കേ പറയുകയാണെങ്കിൽ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ആണ്. പിന്നെ അവര് ഈ സെയിൽസ് കൂട്ടണതിനനുസരിച്ച് ഈ സെയിൽസിനെ റീറ്റെയിൻ ചെയ്യാനും കൂടി ഉള്ള ഒരു സ്ട്രാറ്റജി അവർ 100% കൊണ്ടുവന്ന അവർക്ക് അടുത്തൊരു സ്റ്റേജിലോട്ട് പോകും. അവിടെയാണ് നമ്മളെ പോലത്തെ ആൾക്കാരെ ബെനിഫിറ്റ് എടുക്കുന്നത്. നമ്മളൊക്കെ എത്ര കണ്ട് മെനക്കെട്ടാലും നമുക്ക് അവർക്ക് സെയിൽസ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല. നമ്മൾ അവര് പറയുന്ന പോലെ ഇപ്പൊ മീഡിയ ബയേഴ്സ് ഇല്ലേ, എന്താ മീഡിയ ബയർ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. മീഡിയ ബയേഴ്സ് എന്താ ചെയ്യുക? ശരിക്കും പറഞ്ഞാൽ ഇൻവെന്ററി നോക്കും, ഇവര് പറഞ്ഞ സെയിൽസ് സ്ട്രാറ്റജി അനുസരിച്ച് സംഭവം സെറ്റ് ചെയ്യും, ആഡ് ക്യാമ്പയിൻസ് ഫ്ലോട്ട് ചെയ്യും, ക്യാമ്പയിൻസ് റൺ ചെയ്യും, ഓഡിയൻസിലേക്ക് ആഡ് എത്തും, ആഡ് എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്ര കണ്ട് എൻഗേജ്മെന്റ് ഇട്ട് നോക്കും, പർച്ചേസ് കപ്പാസിറ്റി എത്ര നടക്കുന്നു, അതിനനുസരിച്ച് ഇവർ ഇൻവെന്ററി കൂട്ടി 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 കൊടുക്കും അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് സീരീസ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ തൽക്കാലത്തേക്ക് ഒരു പോസ് ഇടുകയാണ്. ഇനി വീണ്ടും ഇതുപോലത്തെ സീരീസ് ആയിട്ട് വരും. അപ്പോൾ സെക്കൻഡ് പാർട്ട് അല്ലേ, സെക്കൻഡ് പാർട്ടായിട്ട്. അപ്പോൾ ഇതുപോലത്തെ സീരീസുകൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എന്തായാലും ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ വി ആർ ഗോയിങ് ടു ഷെയർ അവർ എക്സ്പീരിയൻസ്. കേരളത്തിലുള്ള ഓൺട്രപ്രണേഴ്സ്, നല്ലവരായ മലയാളി സുഹൃത്തുക്കളായിട്ടുള്ള ഓൺട്രപ്രണേഴ്സ്, നിങ്ങൾക്ക് വളരെയധികം ഇൻഫോർമേറ്റീവായ കണ്ടന്റാണ് ഞങ്ങൾ സത്യത്തിൽ ഈ പോഡ്കാസ്റ്റിലൂടെ പ്ലാൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കമൻറ്റുകൾ കംപ്ലീറ്റ് നമുക്ക് ഈ വീഡിയോൻ്റെ അണ്ടറിൽ ചോദിച്ചാൽ ഞങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി, അടുത്ത ക്വസ്റ്റ്യൻ സെറ്റുകൾ ഞങ്ങൾക്ക് അടുത്ത സീരീസിൽ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. സോ വി വിൽ ഇത് ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ഞങ്ങൾക്ക് തരണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഈ ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം തന്നെ അതിന് സവിനയം ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ എക്സ്പീരിയൻസിന് ഷെയർ ചെയ്യാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ആരെയും ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണറിന്റെ മൈൻഡ് സെറ്റിന് ഡീമോട്ടിവേറ്റ് ചെയ്യാനല്ല അങ്ങനത്തെ ചർച്ചകൾ ഞങ്ങൾ വെക്കുന്നത്. ബേസിക്കലി പറഞ്ഞാൽ നമുക്ക് ഓൺട്രപ്രണർക്ക് ഒരു ക്ലിയർ കട്ട് സ്ട്രാറ്റജിക് ടാക്ടിക്കൽ അപ്രോച്ച് ആദ്യം ഉണ്ടാവണം ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ. റിയാലിറ്റിയിലോട്ട് ആണ് നമ്മൾ റിയാലിറ്റിയാണ് ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ വെൽ ആൻഡ് ഫൈൻ, താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു റഷീദ് സാർ ഫോർ യുവർ ടൈം. ഇങ്ങനൊരു സീരീസ് നമ്മൾ കുറെ കാലമായിട്ട് പ്ലാൻ ചെയ്തതാണ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ മുതലേ ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ടു അവർ എന്താ പറഞ്ഞാൽ ഓറ അല്ലെങ്കിൽ നമ്മുടെ സമയം എന്ന് പറഞ്ഞത് ഈ പറയുന്ന മെയ് മാസത്തിൽ 2024 അത് നടക്കാനാണ്. എന്തായാലും അത് ഇനിയും മുന്നോട്ട് പോവും. നമ്മൾ തുടങ്ങിയിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും അത് നമുക്ക് വളരെയധികം എൻഗേജിങ് ആയിട്ടുള്ളൊരു ചർച്ചയിലേക്ക് ഈ സംഭവത്തെ എത്തിക്കണം. നമ്മളിൽ കൂടെ കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നതോടുകൂടി അവർക്ക് അതിനൊരു വാല്യൂ സിസ്റ്റം ഉണ്ടാവട്ടെ. അതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു.